ഞാൻ സന്ദീപ് വാര്യരുടെ കാര്യത്തിൽ എനിക്ക് 2 ഒബ്ജക്ഷൻ മാത്രമേ ഉള്ളൂ. ഒന്ന്, അദ്ദേഹം ഗാന്ധി വധത്തിനെ ന്യായീകരിച്ചു. 2, രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായിട്ട് അദ്ദേഹം വിമർശിച്ചു. വിമർശനം 2 രീതിയിലുണ്ട്. പൊളിറ്റിക്കൽ ക്രിറ്റിസിസവും ഉണ്ട്, പേഴ്സണൽ ക്രിറ്റിസിസവും ഉണ്ട്. ഈ 2 കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് സന്ദീപ് വാര്യരുടെ വരവിനെ മാത്രം ഞാൻ എതിർത്തത്. ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഇതുവരെ കേട്ടിട്ട് പോലും ഇല്ലാത്ത ആരോ, ഒരു വർഷമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നിർത്തിപ്പോയ ഒരാൾ കോൺഗ്രസ് വിട്ടു വന്നപ്പോഴും നിങ്ങൾ ഇതുപോലെ കൊടുത്തില്ലേ? 1 മണിക്കൂർ അല്ല ലൈവ് കൊടുത്തു, എൻ്റെ പോലും കൊടുത്തിട്ടില്ല ഇന്നേ വരെ. അതൊക്കെ അങ്ങനെയല്ലേ? അതെനിക്കറിയില്ല. ഇത് KPCC പ്രസിഡന്റിനോട് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമസ്കാരം. ഇപ്പോൾ നാഴിക കണക്കിലാണ് ആളുകളുടെ സംസാരം. കെ മുരളീധരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടിരിക്കുന്ന പാട്ടിലെ വരികൾ ആണ് കാരണം. പകൽ വാഴും പെരുമാളിന് രാജ്യഭാരം ഇനി 15 നാഴിക മാത്രം, ഞാൻ എന്ന ഭാവങ്ങളെ. ഇതാണ് പോസ്റ്റ് വായിച്ച ഉടനെ മാധ്യമങ്ങൾക്കും പൊതുജനങ്ങൾക്കും ആരെയാണ് മുരളീധരൻ ട്രോളിയത് എന്ന് വ്യക്തമായി. VD സതീശനെയാണ് കെ മുരളീധരൻ പരിഹസിച്ചത് എന്ന് മനസ്സിലാക്കിയ മാധ്യമങ്ങൾ ഇന്ന് സതീശനോട് ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടി KPCC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഗാന്ധിവധം ന്യായീകരിക്കുകയും രാഹുൽ ഗാന്ധിയെ കുതിരവട്ടത്ത് ചികിത്സിക്കണം എന്നും പറഞ്ഞ സന്ദീപ് വാര്യരെ കോൺഗ്രസിൽ എടുത്തത് സതീശൻ്റെ തന്നിഷ്ടമാണെന്ന് പറയാതെ പറയുകയാണ് കെ മുരളീധരൻ. RSSനെ തള്ളാതെ BJPയുടെ ഹിന്ദുത്വത്തെ ഇപ്പോഴും മനസ്സിൽ താലോലിക്കുന്ന സന്ദീപിനെ നേരം വെളുക്കും മുൻപ് പാണക്കാട് അയച്ചാൽ വർഗീയത വിളമ്പിയ നാവ് ശുദ്ധമാകുമോ എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് ചോദിച്ചത്. മുസ്ലിങ്ങളെയും കാശ്മീരികളെയും മഹാത്മാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും വിദ്വേഷ പ്രസംഗങ്ങളിലൂടെ അധിക്ഷേപിച്ച സന്ദീപ് വാര്യരെ എങ്ങനെ മാധ്യമങ്ങൾ മഹത്വവൽക്കരിക്കുന്നു എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. പാലക്കാട് പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇനി കേവലം നാഴികകൾ മാത്രമാണ് ബാക്കിയുള്ളത്. കോൺഗ്രസിലെ കൊഴിഞ്ഞുപോക്ക് സന്ദീപിൻ്റെ വരവ് കൊണ്ട് നികത്താനാകുമോ? രാഹുൽ മാങ്കൂട്ടത്തിനും ഷാഫി പറമ്പലിനും എതിരെ സരിനും ഷാനിബും ഉയർത്തിയ ആരോപണങ്ങൾക്ക് മറുപടിയാകുന്നുണ്ടോ? കോൺഗ്രസ് BJP ഡീൽ ചൂണ്ടിക്കാട്ടിയ ശശിയും സരിതയും OK കൃഷ്ണകുമാരിയും പറഞ്ഞതിന് കോൺഗ്രസ് ഇതുവരെ മറുപടി പറഞ്ഞിട്ടുണ്ടോ? വർഗീയ വോട്ടുകൾ വേണ്ട എന്ന് പറയാൻ സതീശൻ ധൈര്യപ്പെട്ടോ? ഷാഫിക്ക് കിട്ടിയ കോടികളെക്കുറിച്ച് സുരേന്ദ്രൻ പറഞ്ഞതിന് മറുപടിയായോ? ക്ലൈമാക്സിലേക്ക് നീങ്ങുമ്പോൾ പാലക്കാടിൻ്റെ ചർച്ചകൾ എന്താണ്? ഇനി എത്ര നാഴിക ബാക്കിയുണ്ട് VD സതീശൻ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തിരിക്കാൻ? ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നു. ഇന്ന് ചർച്ചയിൽ ചേരുന്നവർ: വലത് സഹയാത്രികൻ ഷാബു പ്രസാദ്, കോൺഗ്രസ് വക്താവ് നിജേഷ് അരവിന്ദ്, CPIMനെ പ്രതിനിധീകരിച്ച് MLA കൂടിയായ K പ്രേംകുമാർ എന്നിവർ. ഏറ്റവും ആദ്യം നിജേഷ് അരവിന്ദ്, താങ്കളിലേക്കാണ് വരുന്നത്. ഇപ്പോൾ കോൺഗ്രസിൽ ഉള്ള അതൃപ്തി ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയത് എപ്പോൾ മുതലാണെന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അതിപ്പോഴും തുടരുക തന്നെയാണ്. 15 നാഴിക മാത്രം എന്ന് ഉള്ള വാക്കുകൾ ഉള്ള പാട്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. കെ മുരളീധരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ വരികളാണ്. VD സതീശന് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് തുടരാനുള്ള സമയമാണ് മുരളീധരൻ പറയുന്നത് എന്ന് അടക്കം പറയുന്നുണ്ട് കോൺഗ്രസിൽ തന്നെ ചിലർ. എന്താണ്, കോൺഗ്രസിലെ പ്രശ്നങ്ങൾ തീർന്നില്ലേ? നാളെ നിശബ്ദ പ്രചരണത്തിലേക്ക് കടക്കാൻ പോവുകയാണ്, നാളെ വൈകുന്നേരം മുതൽ. ഏതായാലും ആ കട്ടിൽ കണ്ടാരും പനിക്കേണ്ട. തൽക്കാലം നമ്മൾ ആ നീല ട്രോളി അതിലെ പൈസയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കണക്കൊന്ന് പറഞ്ഞേക്കണേ. എത്ര രൂപയാണ് കിട്ടിയത്, എവിടെയാണ് വെച്ചത്, നീല ട്രോളി തന്നെയാണോ, അതിന് മഞ്ഞ വരെയുണ്ടോ? ഈ കോൺഗ്രസ്സിന് എന്തോ സംഭവിക്കുമെന്ന് വിചാരിച്ച് ആരും മനപ്പായസം ഉണ്ടണ്ട. 20-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കും, 23-ാം തീയതി വോട്ടെണ്ണും. രാവിലെ 10 മണിക്ക് മുമ്പ് രാഹുൽ മങ്കൂട്ടത്തിൽ അവിടെ MLA ആയിട്ട് മാറുകയും ചെയ്യും. പ്രതിപക്ഷ നേതൃസ്ഥാനം നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്.
അദ്ദേഹത്തിന് ഒരു 1.5 വർഷത്തെ ആയുസ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് കാണാം അതിനേക്കാൾ നല്ല പദവിയിലേക്ക് അദ്ദേഹം എത്തിപ്പെടും. എന്തായാലും അദ്ദേഹം മുഖ്യമന്ത്രിയാകും. 1.5 വർഷം കഴിഞ്ഞ് അദ്ദേഹം മുഖ്യമന്ത്രിയാകും. ഉണ്ടാകില്ല എന്ന കാര്യവും ഗ്യാരണ്ടി തരാം. കാണാലോ, നമുക്ക് കാണാലോ. അതെ, വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുന്നതാണ്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് സരിനും ഒക്കെ പറഞ്ഞത്, ഷാനിബും പറഞ്ഞത്, ശശി പറഞ്ഞത്, സരിത പറഞ്ഞത്, OK കൃഷ്ണകുമാരി പറഞ്ഞത്. അതായത് അദ്ദേഹം മുഖ്യമന്ത്രിയാകാനുള്ള ഒരു ഓട്ടത്തിലാണ്. അതിനുവേണ്ടി ഉള്ള ഒരു മാഫിയ കോക്കസിൻ്റെ പ്രവർത്തനങ്ങൾ മാത്രമാണ് അവിടെ നടക്കുന്നത്. ജനാധിപത്യപരമായ തീരുമാനങ്ങളില്ല, ഒറ്റയ്ക്കാണ് തീരുമാനം. ഞാൻ എന്ന ഭാവങ്ങളെ അങ്ങനെ ഒറ്റയ്ക്ക് കാര്യങ്ങൾ തീരുമാനിക്കുകയാണ്. ഈ സന്ദീപിനെ എടുത്ത കാര്യത്തിലും അങ്ങനെയാണെന്ന് മുരളീധരൻ പറയുന്നത് അതുകൊണ്ടല്ലേ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, പ്രയാസപ്പെടുന്നവന് എന്തും പറയാം. ഇപ്പം സരിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അദ്ദേഹം എന്ന് മുതൽ പറഞ്ഞതാണ് എന്ന് നിങ്ങൾ നോക്കിയാൽ മതി. കാരണം അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിലേത് കാര്യമാണ് ശരിയെന്ന് നിങ്ങളാണ് പറയേണ്ടത്. പിണറായി വിജയൻ RSS ആയി തുടരുന്നു എന്ന് പറഞ്ഞതാണോ, ഒറ്റപ്പാലത്ത് വന്നപ്പോൾ വാഴയാണ് എന്ന് പറഞ്ഞതാണോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന് ഞാനതിൽ മറുപടി പറയാനില്ല. രണ്ടാമത്തത് 15 മാസം കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് വി ഡി സതീശൻ ഉണ്ടാകില്ല. ആ കാര്യം ഞാൻ ഉറപ്പ് പറയുന്നു. അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ കാണാം എന്നാണ് പറഞ്ഞത്. അതിനെ നല്ല രീതിയിൽ നിങ്ങൾക്ക് കാണാം. എന്തായാലും കേരളത്തിലെ കോൺഗ്രസ്സിന്, ഇന്ത്യയിലെ കോൺഗ്രസ്സിന് യാതൊരു പ്രയാസവുമില്ലാതെ മുന്നോട്ട് പോകും. കോൺഗ്രസിലേക്ക് വെറുപ്പിന്റെ ഈ കെ മുരളീധരൻ പറഞ്ഞതിന്റെ അർത്ഥം അത് പറയാതെ പോകുന്നത്, ഈ കെ മുരളീധരനുമായി ബന്ധപ്പെട്ട് പാലക്കാട്ട് സ്ഥാനാർത്ഥിത്വത്തിൽ വലിയ തർക്കങ്ങൾ നടന്നതാണല്ലോ. മുരളീധരൻ അതൃപ്തി ഇപ്പോഴും ഉണ്ട് എന്ന് ഇന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് മുരളീധരൻ പറഞ്ഞത്? ഞാൻ അച്ചടക്കമുള്ള ഒരു പ്രവർത്തകനായതുകൊണ്ട് ഒന്നും കൂടുതൽ പറയുന്നില്ല. ഈ കാര്യത്തിൽ അദ്ദേഹം വ്യക്തത പോലും വരുത്തിയില്ല. ഞാൻ എന്താണ് ഈ പാട്ടിട്ടത് കൊണ്ട് ഉദ്ദേശിച്ചത്, ആരെയാണ് എന്ന് അദ്ദേഹത്തിന് പറയാമല്ലോ. ഇന്ന് പലരും, കോൺഗ്രസ് നേതാക്കളൊക്കെ പല ചാനലുകളും വിശദീകരിക്കുന്നുണ്ടായിരുന്നു. ഈ പെരുമാൾ എന്നൊക്കെ പറഞ്ഞത്, പകൽ വാഴും പെരുമാൾ എന്നൊക്കെ പറഞ്ഞത് പിണറായി വിജയനെ ഉദ്ദേശിച്ചാണ്. അത് 15 നാഴിക മാത്രമേ അദ്ദേഹത്തിന് ഇനി ഭരണത്തിലായുസുള്ളൂ, ഇതൊക്കെയാണ് ഉദ്ദേശിച്ചത് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയാൻ ശ്രമിച്ചത്. ഇത് മുരളീധരന് പറയാമായിരുന്നല്ലോ. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഞാൻ അതിന് മറുപടി പറയുന്നില്ല. അത് വി ഡി സതീശനെ ഉദ്ദേശിച്ചാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാനൊന്നും പറയുന്നില്ല, ഞാൻ അച്ചടക്കമുള്ള പ്രവർത്തകനായി പോവുകയാണെന്നൊക്കെ പറയുകയാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? കെ മുരളീധരൻ അച്ചടക്കമുള്ള പ്രവർത്തകനായി തുടരുന്നതിൽ താങ്കൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. അല്ല, അദ്ദേഹം അച്ചടക്കമുള്ള പ്രവർത്തകനാണോ? അച്ചടക്കമുണ്ടെങ്കിൽ അദ്ദേഹം ഇങ്ങനെ ഒരു മുനവച്ച് ഒളിയം പെയ്ത് പറയുമോ? അല്ല, ശ്രീ കെ മുരളീധരൻ വയനാട്ടിലും ചേലക്കരയിലും പാലക്കാട്ടും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയാണ് വോട്ട് ചോദിച്ചിട്ടുള്ളത്. കോൺഗ്രസിൻ്റെ ഉന്നത അധികാര സമിതിയിലെ അംഗമാണ് അദ്ദേഹം. കോൺഗ്രസിൻ്റെ എല്ലാ പ്രചരണ വേദിയിലും അദ്ദേഹമുണ്ട്. കോൺഗ്രസ് എവിടെ ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോഴും കോൺഗ്രസിനെ മുന്നിൽ നിന്ന് നയിക്കാൻ, പ്രതിസന്ധിയെ അതിജീവിക്കാൻ ശ്രീ കെ മുരളീധരൻ ഉണ്ടായിട്ടുണ്ട്. ഇനി അതിനപ്പുറത്തേക്ക് ശ്രീ കെ മുരളീധരൻ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. കോൺഗ്രസ് കെ മുരളീധരനോടും ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഒറ്റക്കെട്ടായിട്ടാണ് സന്ദീപ് വാര്യരെ എടുക്കാൻ തീരുമാനിച്ചതെന്ന് വി ഡി സതീശനും KPCC അധ്യക്ഷൻ കെ സുധാകരനും ഇന്നിപ്പോൾ വൈകുന്നേരം KC വേണുഗോപാലും പറയുന്നതിനെതിരായി ഞാൻ, അതായത് മുരളീധരൻ തുടക്കം തൊട്ട് തന്നെ അതിനെ എതിർക്കുന്നത് എന്തുകൊണ്ടാണ്? ഇന്ന് പോലും ഗാന്ധി വധത്തെ ന്യായീകരിച്ച ആൾ, രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിച്ചയാൾ, അയാളെ എന്തിന് എടുത്തു എന്നുള്ള റിസർവേഷൻ എനിക്കുണ്ട് എന്ന് മുരളീധരൻ ഇന്നും പറഞ്ഞത് എന്തുകൊണ്ടാണ്? അല്ല, രാഷ്ട്രീയത്തിലെ നേതാക്കന്മാർ മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നിങ്ങളൊരു നെറേറ്റീവ് ഉണ്ടാക്കണ്ട. AK ബാലനാണ് സന്ദീപ് വാര്യരെ ഏറ്റവും ആദ്യം പാർട്ടിയിലേക്ക് ക്ഷണിച്ചത്. ഞങ്ങൾ വാതിൽ തുറന്നിട്ടുണ്ട്, നല്ല മനുഷ്യനാണ് അദ്ദേഹം നല്ല കക്ഷിയാണ് എന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്തത് സഖാവ് AK ബാലനാണ്. നിങ്ങളുടെ മൂവ്മെൻറ്റ് നടന്നില്ല. അദ്ദേഹം CPM-നെയും കോൺഗ്രസിനെയും കമ്പയർ ചെയ്തു. കുറച്ചുകൂടി അദ്ദേഹത്തിന് കംഫർട്ടബിൾ ആണ്. AK ബാലൻ അത് എന്തുകൊണ്ടാണ് പറഞ്ഞത് എന്നുള്ളത് AK ബാലൻ ഇന്നിപ്പോ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ AK ബാലൻ പറയുന്നത് കേട്ടാണോ കോൺഗ്രസിൽ ആളുകളെ എടുക്കുന്നത്? AK ബാലൻ പറയുന്നത് കേട്ടിട്ടാണോ കോൺഗ്രസിൽ ആളുകളെ എടുക്കുന്നത്? കെ മുരളീധരന്റെ അതൃപ്തി നിങ്ങൾക്ക് കാര്യമല്ലേ? അല്ല, എൻ്റെ സുഹൃത്തെ BJP-യിൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞു പോവുകയാണ്.
കേരളത്തിലെ BJP തകർച്ചയിലാണ്. CPM-ഉം BJP-യും തമ്മിലുള്ള ഡീൽ പുറത്തേക്ക് വരുന്നതിനനുസരിച്ച് BJP-യിൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞു പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ആരെയെങ്കിലും മലവെള്ളപ്പാച്ചിലിൽ കിട്ടുന്ന തേങ്ങയെടുത്ത് പിടിച്ച് സ്ഥാനാർത്ഥിയാക്കാൻ നോക്കിയിട്ട് ആരെങ്കിലും കിട്ടാതിരുന്നതിന്റെ ഇച്ഛാഭംഗം ഇവിടെ. പക്ഷേ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഇതുവരെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇറങ്ങിപ്പോയ പാർട്ടി കോൺഗ്രസ് പാർട്ടിയാണ്. ഇന്ന് ഇപ്പോൾ ഒരാളെയാണ് നിങ്ങൾക്ക് സന്ദീപ് വാര്യരെ ചൂണ്ടിക്കാട്ടാനായുള്ള ഒരാളെ കിട്ടിയത് കൊണ്ട് നിങ്ങൾ ഇതൊക്കെ ഇതുവരെ പോയതൊക്കെ അങ്ങ് അടഞ്ഞു പോകും എന്ന് വിചാരിക്കുകയാണോ? കോൺഗ്രസിലെ പ്രശ്നങ്ങൾ തീർന്നു എന്ന് നിങ്ങൾ ഈ ഒരു ഒറ്റ കാര്യം ചൂണ്ടിക്കാട്ടി പറയുകയാണോ? എൻ്റെ സുഹൃത്തെ, ഗുലാം നബി ആസാദ്, ജിതേന്ദ്ര സിംഗ്, ജ്യോതിരാദിത്യ സിന്ധ്യ, അശോക് ചവാൻ എന്ന് തുടങ്ങി കോൺഗ്രസിലെ വലിയ സ്ഥാനത്തിരുന്ന ആളുകളൊക്കെ ഒലിച്ചു പോയതിനു ശേഷമാണ് 2024 തെരഞ്ഞെടുപ്പ് നടന്നത്. കോൺഗ്രസ് വലിയ തിരിച്ചുവരവാണ് നടത്തിയത്. ഞങ്ങളുടെ ഒപ്പം നിൽക്കുന്ന CPIM-ന് പോലും സീറ്റുകൾ സമ്മാനിച്ചുകൊണ്ട് 240 സീറ്റ് എന്ന നല്ല നമ്പറിലേക്ക് ഇന്ത്യ സഖ്യത്തെ എത്തിച്ചത് കോൺഗ്രസ് ആണ്. ആരെങ്കിലും ഒരാൾ വീണുപോയി എന്ന് പറഞ്ഞ് അവിടെ പോയി വാർത്തയുണ്ടാക്കിയിട്ടൊന്നും സുഹൃത്തെ. ശരി ശരി, പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിന്റെ കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പാലക്കാട്ടെ കാര്യത്തിൽ 13-ാം തീയതി കഴിഞ്ഞ് പറയാമെന്ന് പറഞ്ഞ കൈരളി ചാനലാണല്ലോ സുഹൃത്തെ, കൈരളി ചാനലാണല്ലോ സുഹൃത്തെ. 20-ാം തീയതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മുരളീധരൻ കാര്യങ്ങൾ പറയുമെന്ന് ഇപ്പോൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. അദ്ദേഹം ഇപ്പോൾ അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനായതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ന് ഒന്നും കൂടുതൽ പറയുന്നില്ല എന്ന് പറഞ്ഞു. 20-ാം തീയതി കഴിഞ്ഞ അദ്ദേഹം പറയാൻ പോകുന്നു. എനിക്ക് വാശിയൊന്നുമില്ല മുരളീധരൻ ഇങ്ങനെ പറയണമെന്നും നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കണമെന്നും. പക്ഷേ പ്രേക്ഷകർ കേൾക്കണമല്ലോ, നിങ്ങളുടെ പാർട്ടിയിൽ പ്രശ്നമുണ്ട് എന്ന് നിങ്ങൾ കാണുന്നില്ലെങ്കിൽ നിങ്ങൾക്കത് തുറന്നു പറയാം. മുരളീധരനെ നിങ്ങൾ വകവെക്കുന്നില്ലെങ്കിൽ അത് പറയാം. കൈരളി ചാനലിന്റെ ബ്രേക്കിംഗ് ന്യൂസ് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. കൈരളി ചാനലിന്റെ ബ്രേക്കിംഗ് ന്യൂസുകൾ പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ ഇരിക്കുന്നത്. KPM ഹോട്ടലിന് മുന്നിൽ നിങ്ങൾ അന്ന് കാണിച്ച ബ്രേക്കിംഗ് ന്യൂസ് പോലെയുള്ള ബ്രേക്കിംഗ് ന്യൂസുകൾ ഇനിയും ഉണ്ടാവണം കൈരളി ചാനലിൽ നിന്ന്. നിങ്ങൾ കാത്തിരിക്കണം. നന്നായി ക്യാമറ വെച്ച് ഷാഫി പറമ്പിൽ. ശരി, നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ അധിക്ഷേപിച്ചത് കൊണ്ടോ ചോദ്യങ്ങൾ ചോദിക്കുന്ന മാധ്യമത്തെ ആക്ഷേപിച്ചത് കൊണ്ടോ ഈ ചോദ്യങ്ങൾ ഇല്ലാതാവില്ല. നിങ്ങൾക്ക് വിശദീകരിക്കാവുന്നതേ ഉള്ളൂ. കോൺഗ്രസിൽ പ്രശ്നങ്ങളില്ല, മുരളീധരൻ ഇതാണ് എന്ന് നിങ്ങൾക്ക് വിശദീകരിക്കാവുന്നതേ ഉള്ളൂ. അത് പറയുന്നില്ല, നിങ്ങൾ പകരം അധിക്ഷേപിക്കുകയാണ്. പക്ഷേ മുരളീധരൻ ഓരോ ദിവസവും മാധ്യമങ്ങളോട് ഇതിനേക്കാൾ ശക്തിയായ അദ്ദേഹത്തിന്റെ വിയോജിപ്പ് പറയുന്നുണ്ട്. ഒരൊറ്റ കാര്യം കൂടി ചോദിക്കട്ടെ, ഈ ആദ്യഘട്ടത്തിൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് നിങ്ങൾ നാളെ 15 നാഴികയ്ക്കപ്പുറം ഉള്ള നാളെ നിശബ്ദ പ്രചരണത്തിലേക്ക് പോകുന്നു. 20-ാം തീയതി തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. നിങ്ങൾ ഒന്നാമതെത്തും എന്ന് ഇപ്പോൾ ഉറച്ചു വിശ്വസിക്കുന്നു അല്ലേ? സുഹൃത്തെ, സത്യം പറയാമല്ലോ, ഞങ്ങൾക്ക് അവിടെ എതിരാളികൾ BJP ആണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ ഞങ്ങൾ എന്നല്ല ഒരാളും എതിരാളിയായി കാണുന്നില്ല. 3 തെരഞ്ഞെടുപ്പിന് മുമ്പ് അപ്പോ ഈ ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞതോ, ഈ നേതാക്കളൊക്കെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവരൊക്കെ പറഞ്ഞതോ LDF-ഉം UDF-ഉം തമ്മിലാണ് മത്സരം എന്ന് പറഞ്ഞവരെയൊക്കെ നിങ്ങൾ അധിക്ഷേപിക്കുകയാണോ? അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ പോലും കെൽപ്പില്ലാത്ത അവസ്ഥയിലേക്ക് CPM എത്തിപ്പോയതിൽ ഞങ്ങൾക്ക് പ്രയാസമുണ്ട്. നിങ്ങൾ ഈ ബാങ്ക് പിടിച്ചെടുക്കുന്നത് പോലെ കുറേയൊക്കെ സഖാക്കളെയും പോലീസിനെയും അണിനിരത്തി പാലക്കാട് പിടിച്ചെടുക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. കോഴിക്കോട് BJP-യും തമ്മിലാണോ മത്സരം എന്നുള്ള കാര്യത്തിൽ അതിലെങ്കിലും നിങ്ങളുടെ പാർട്ടിയിൽ ഒരു യോജിപ്പ് ഇപ്പോഴുണ്ടോ? കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പായി കോൺഗ്രസും BJP-യും തമ്മിലാണ് മത്സരം. 18% ഉള്ളത്. നഗരസഭയിൽ 7 വാർഡിലാണ് CPM ഉള്ളത്. മറ്റ് സ്ഥലം ആകെ കണ്ണാടി പഞ്ചായത്തിലാണ് 4 വോട്ടുള്ളത്. ഞങ്ങളല്ല, നിങ്ങളൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ഞാൻ അംഗീകരിക്കുമായിരുന്നു. ഒരു അരിവാൾ ചുറ്റിക നക്ഷത്രം പാലക്കാട്ടെ ചുമരിൽ കണ്ടാൽ അംഗീകരിക്കാമായിരുന്നു. ഒരു ചിത്രം കാണാനില്ല. ശരി, അപ്പൊ അതൊന്നും കാണുന്നില്ല. പിന്നെ നിങ്ങളുടെ കൈപ്പത്തിയും കാണുന്നുണ്ട്. ബാക്കി ഈ സ്റ്റെതസ്കോപ്പ് കാണുന്നില്ല, ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ കാണുന്നില്ല, നിങ്ങൾ ശരി. പ്രേംകുമാർ, എന്താണ് വിജേഷ് അരവിന്ദ് പറയുന്നത് എന്നുള്ളത് താങ്കൾ കുറേയൊക്കെ കേട്ട് കാണുമല്ലോ. നാളെ പരസ്യപ്രചരണം അവസാനിക്കാൻ പോവുകയാണ്. എന്താണ് പാലക്കാട്ടെ സ്ഥിതി എന്നുള്ളത് നിജേഷ് അരവിന്ദ് കാണുന്നത് പോലെയാണോ? ഒരിക്കലുമല്ല. അദ്ദേഹം കാണുന്നത് പോലെ കാണാനാവില്ലല്ലോ നമുക്ക്.
നമുക്ക് നാടിൻ്റെ മിടിപ്പറിയുന്ന ഇടതുപക്ഷം സ്റ്റെതസ്കോപ്പ് ചിഹ്നത്തിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച്, ഏറ്റവും മികവുറ്റ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച് അവിടെ വിജയിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി മുന്നേറുന്ന സാഹചര്യമാണ്. ഇന്നലെയും ഇന്നുമായി കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടുള്ള പൊതുയോഗങ്ങളെല്ലാം കഴിഞ്ഞ് ഇടതുപക്ഷം തികഞ്ഞ ആത്മവിശ്വാസത്തോടെ അഭിമുഖീകരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. ഇവിടെ ശ്രീ നികേഷിന് അരിവാൾ ചുറ്റിക നക്ഷത്രം കാണാഞ്ഞിട്ട് ഉറക്കം വരാത്ത സാഹചര്യം ഉണ്ട് എന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ഞങ്ങൾ കേരളത്തിലെ ആദ്യ ഇടതുപക്ഷ മന്ത്രിസഭയിൽ വരെ ഇടതു സ്വതന്ത്രരായിട്ടുള്ളവർ ഉണ്ടായിരുന്നു. കേരളത്തിൽ ഇടതുപക്ഷം തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുള്ളത് തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കുന്ന നയമെന്ന് പറയുന്നത് തങ്ങൾക്ക് ഇടതുപക്ഷത്തിൻ്റെ നയം ഉയർത്തിപ്പിടിച്ച് തന്നെ ജയിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് സ്വീകരിക്കാവുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ ആദ്യമായി കേരളത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നതായിട്ടല്ല, ഇതിനു മുമ്പും പല മണ്ഡലങ്ങളിലും മത്സരിപ്പിച്ചിട്ടുണ്ട്. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്താത്തതിൻ്റെ വേദനയുള്ളവർ അറിയേണ്ട ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ഇവിടെ BJPയും കോൺഗ്രസും തമ്മിലാണ് മത്സരം, അത്രമാത്രം അപ്രസക്തമാണ് എന്ന് പറഞ്ഞു. അതിനിടയിൽ ഒരു 18% കണക്ക് നികേഷ് പറഞ്ഞു. എവിടെ നിന്നാണ് ഈ 18% കണക്ക് അദ്ദേഹത്തിന് കിട്ടിയതെന്ന് അറിയില്ല. ഇടതുപക്ഷത്തിന് എന്തായാലും ഇതുവരെ പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ 18% വോട്ട് ലഭിച്ചിട്ടില്ല. ഇടതുപക്ഷം ഈ മണ്ഡലത്തിൽ ഇപ്പോൾ തുടക്കം മുതൽ, സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ ഇന്ന് ഈ നിമിഷം വരെ മേൽക്കൈ നേടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. എല്ലാ നിലയിലും, പ്രചരണത്തിലും പ്രവർത്തനത്തിലും ജനങ്ങൾക്കിടയിലുള്ള സ്വീകാര്യതയിലും ഇടതുപക്ഷം നമ്പർ 1 മുന്നേറുകയാണ്. LDFും UDFും തമ്മിലാണ് മത്സരമെന്ന് കേരളത്തിൻ്റെ മുൻ പ്രതിപക്ഷ നേതാവ്, ഇപ്പോഴത്തെ നിയമസഭാ അംഗം കൂടിയായിട്ടുള്ള രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. ഇവിടെ പറയുന്നത് UDF പ്രതിനിധി പറയുന്നത് ഇവിടെ മത്സരം BJPയും കോൺഗ്രസും തമ്മിലാണ് എന്നാണ്. അങ്ങനെ വരുത്തി തീർക്കുന്നതിൻ്റെ പിന്നിൽ ഒരു കൃത്യമായ അജണ്ടയുണ്ട്. ആ അജണ്ട SDPIയും വെൽഫെയർ പാർട്ടിയും നടത്തുന്ന പ്രചരണമാണത്. ആ പ്രചരണത്തിൻ്റെ മറപിടിച്ച് എങ്ങനെയെങ്കിലും ഇവിടെ BJP ജയിക്കാൻ പോകുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് തരണം, BJPയെ മാറ്റി നിർത്താൻ എന്ന തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചാഞ്ചാട്ടം. അതൊക്കെ മനസ്സിലാക്കാൻ ബുദ്ധിയും ശേഷിയും ഉള്ളവരാണ് പാലക്കാട്ടെ ജനങ്ങളെന്ന് 23-ന് ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ ഉൾപ്പെടെ കേരളത്തിലെ എല്ലാവർക്കും മനസ്സിലാകും. ഇടതുപക്ഷം ഈ മണ്ഡലത്തിൽ വിജയിക്കുകയും ചെയ്യും. ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിട്ടുള്ള എല്ലാ വിഷയങ്ങളും പാലക്കാട് മണ്ഡലത്തിലെ വികസനവുമായി ബന്ധപ്പെട്ട്, കേരളത്തിൽ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന പദ്ധതികളുമായി ബന്ധപ്പെട്ട്, ദുരിതാശ്വാസ നിധിയിൽ ഒരു പൈസ പോലും കേരളത്തിന് തരാത്ത കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമീപനത്തെ സംബന്ധിച്ച്, ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ പോലും തയ്യാറാകാത്ത, കണ്ണിൽ ചോരയില്ലാത്ത സമീപനം കേന്ദ്രം സ്വീകരിക്കുമ്പോൾ, ഈ വയനാട് ദുരന്തത്തോട് ഇതാണ് സമീപനമെങ്കിൽ കേരളത്തിൻ്റെ വികസനക്ഷേമ പദ്ധതികളോടും പ്രവർത്തനങ്ങളോടും എന്തായിരിക്കും രാജ്യത്തെ ഗവൺമെൻറ്റിൻ്റെ നിലപാട്? എത്രമാത്രം വിരോധത്തിലും ശത്രുതയിലുമായിരിക്കും ഈ ഗവൺമെൻറ് പെരുമാറുക? അതിനെതിരായി ജനങ്ങൾ ഒറ്റക്കെട്ടായി ചിന്തിക്കുക. പാലക്കാട് അതിന് ഈ വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ പോലും കഴിയാത്ത നില സ്വീകരിച്ചത് വയനാട്, ചേലക്കര മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിന് ശേഷമാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ജനങ്ങൾ ഈ വയനാട് ദുരന്തത്തോട് രാജ്യത്തെ ഗവൺമെന്റ് സ്വീകരിച്ച സമീപനം ചർച്ച ചെയ്യും. ഇടതുപക്ഷത്തിന് നല്ല മേൽക്കൈയോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കും. ശ്രീ പ്രേംകുമാർ, സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ തുടക്കം മുതൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങളൊക്കെ വിലയിരുത്തിയിട്ടുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങളുടെ സ്ഥാനാർത്ഥി പോലും അതിന് എതിരെ, അവിടെയുള്ള BJP ഡീലുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ എടുത്ത നിലപാടിനെതിരായി അവിടെ പൊരുതിയാണ് പുറത്തേക്ക് വരുന്നത്. അതാണ് ഡോക്ടർ സരിൻ ഇപ്പോൾ നിങ്ങൾ വലിയ രീതിയിലേക്ക് മുന്നേറ്റം ഉണ്ടാക്കാനുള്ള നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചതും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇപ്പോൾ അവിടെ പ്രശ്നങ്ങളൊക്കെ തീർന്നു. കോൺഗ്രസിനകത്ത് ശാന്തതയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലാണ് മുന്നേറ്റം ഉണ്ടാക്കാൻ പോകുന്നത്. സന്ദീപ് വന്നതോടുകൂടിയാണ് അത്തരമൊരു സാഹചര്യം അവർക്ക് ചൂണ്ടിക്കാട്ടാനായത് എന്നുകൂടി പറയുന്നു നിജേഷ്. എങ്ങനെ കാണണം അതിനെ? ഞാനതൊന്നും പറഞ്ഞിട്ടില്ല. ഞാനതൊന്നും പറഞ്ഞിട്ടില്ല. അല്ല, നിജേഷ് അതേ വാക്കുകളല്ല ഉപയോഗിച്ചത്. നിജേഷ് പറഞ്ഞതിന്റെ ചുരുക്കമാണ് ഞാൻ പറഞ്ഞത്. കോൺഗ്രസിൽ ഐക്യമുണ്ട്, സന്ദീപ് വന്നത് ഐക്യത്തോടുകൂടി ഒരു തീരുമാനത്തിന്റെ ഫലമായിട്ടാണ് എന്നാണ്. ശരി, ഞാൻ അതിനെ കൂടുതൽ പിന്നീട് വിശദീകരിക്കാം. കെ പ്രേംകുമാർ, താങ്കൾ പറയില്ല കോൺഗ്രസ് പ്രശ്നങ്ങളില്ല എന്നാണ് പറഞ്ഞ രണ്ടല്ലേ? പ്രേംകുമാർ, അതെ, ഞാൻ പറഞ്ഞത് എന്തിനാണ് റോബർട്ട് വധേര BJPക്ക് പണം കൊടുത്തതെന്ന് പറഞ്ഞാൽ ചെറിയ സംഖ്യയാണോ കൊടുത്തത്?
ഇവിടെ ഇലക്ടറൽ ബോണ്ടിൻ്റെ ഭാഗമായി കൊടുത്ത സംഖ്യ ആരെയും ഞെട്ടിപ്പിക്കുന്ന സംഖ്യയല്ലേ? എന്തിനാണ് റോബർട്ട് വധേര, അദ്ദേഹം പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവല്ലേ, എന്തിനാണ് അവരുടെ കമ്പനി ഇത്രമാത്രം സംഖ്യ ഇലക്ടറൽ ബോണ്ടിലൂടെ നൽകിയത്? ഡീൽ ആര് തമ്മിലാണ് എന്നത് രാജ്യത്തെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യമായതല്ലേ? ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ കോൺഗ്രസ് ദുർബലപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളല്ല. കോൺഗ്രസിൻ്റെ അടിസ്ഥാന സ്വഭാവത്തിൽ ഒരു മാറ്റവും വരില്ല. അധികാരത്തിനും പണത്തിനും പദവിക്കും വേണ്ടി ആരുമായും എപ്പോഴും കൂട്ടുകൂടാൻ മടിയില്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസ്. നിങ്ങൾ നോക്കൂ, പാലക്കാട് ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി സരിൻ വന്നതിന് ശേഷം ഡസൻ കണക്കിന് ആളുകൾ, ഞാൻ അവരുടെ പേര് പറഞ്ഞ് സമയമെടുക്കുന്നില്ല, മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി മുതൽ പിരായിരി പഞ്ചായത്ത് മെമ്പർ വരെയുള്ള ജനപ്രതിനിധികളും സംഘടനാ നേതാക്കളുമായിട്ടുള്ള നിരവധി ആളുകൾ, അവരെല്ലാവരും ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി മത്സരിക്കാൻ വേണ്ടി വന്നവരല്ലല്ലോ. എന്തുകൊണ്ട് അവർ കോൺഗ്രസ് നിന്ന് വിട്ടു? അവരെല്ലാം പറഞ്ഞ കാര്യം വർഗീയതയോട് സന്ധി ചെയ്യുന്ന സമീപനം സ്വീകരിക്കുന്നു കോൺഗ്രസ് എന്നതാണ്. ഗാന്ധിയെ ഒന്ന് ചെറുതായി ഒന്ന് വെടിവെച്ച് കൊന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ സന്ദീപ് വാര്യരെയാണ് ഇപ്പോൾ തോളിലേറ്റി നടന്ന് ഇവിടെ പ്രചരണത്തിന് വേണ്ടി കൂടി ഉപയോഗപ്പെടുത്തുന്നത്. ഇതെല്ലാം പാലക്കാട്ടെ ജനങ്ങൾ കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. മതനിരപേക്ഷ ജനാധിപത്യ ബോധമുള്ള മനുഷ്യരുടെ മനസ്സിൽ ഒരു നിലയിലും അംഗീകരിക്കാൻ കഴിയാത്ത നിലയിൽ തനിക്ക് സംഭവിച്ച തെറ്റ്, താൻ സ്വീകരിച്ച വർഗീയതയോട് ചേർന്ന് നിന്ന നിലപാടിലുണ്ടായിട്ടുള്ള പശ്ചാത്താപം ഒന്നും പറയാതെ ഒരു സുപ്രഭാതത്തിൽ ഒരാളെ സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ള കോൺഗ്രസിന്റെ നിലപാടെല്ലാം പാലക്കാട് മണ്ഡലത്തിലെയും കേരളത്തിലെയും ജനങ്ങൾ കൃത്യമായി തിരിച്ചറിയുന്നുണ്ട് എന്നത് കോൺഗ്രസിന് തക്കതായ താക്കീത് നൽകാൻ കോൺഗ്രസ് CONG RSS ആണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണുള്ളത്. പാലക്കാട് മണ്ഡലത്തിൽ വികസനവും അതുപോലെ തന്നെ കേരളത്തിൽ പൊതുവിൽ നടക്കുന്ന വികസനങ്ങളോട് ഒരു നിലയിലും ചേർന്ന് നിൽക്കാത്ത നിലയിൽ ഈ മണ്ഡലത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെ മുരടിച്ചു നിർത്തിയ ഒരു MLAക്ക് തുടർച്ച വേണോ, അതോ കേരളത്തിലെ ഗവൺമെൻറ്റിനോട് ചേർന്ന് നിന്ന് മണ്ഡലത്തിലെ വികസന കാര്യങ്ങൾ താല്പര്യത്തോടു കൂടി ശ്രദ്ധിക്കാൻ പ്രാപ്തനായ മിടുക്കനായ ഒരാളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണോ എന്ന ചോദ്യത്തിന് മുന്നിൽ പാലക്കാട്ട് ജനങ്ങൾ ഉത്തരം കണ്ടെത്തുക, അവർ വോട്ട് ചെയ്യുക. സ്റ്റെതസ്കോപ്പ് ചിഹ്നത്തിലായിരിക്കും, ഡോക്ടർ P. സരിനായിരിക്കും. സരിൻ പാലക്കാട് നിന്ന് വിജയിക്കാനുള്ള സാധ്യതയാണ് നിലവിലുള്ള അന്തരീക്ഷത്തിലുള്ളത് എന്ന്. ശരി, ഞാൻ തിരിച്ചു വരാം. ശ്രീ പ്രേംകുമാർ, ശ്രീ ഷാബു പ്രസാദ്, 2021 കണ്ട കാഴ്ചയല്ല നമുക്കിപ്പോൾ 2024 ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് കാണാനാകുന്നത്. BJP 2021 ഈ ശ്രീധരൻ BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോഴുള്ള സ്ഥിതി വെച്ചുകൊണ്ടുള്ള ഒരു വലിയ ഹൈപ്പൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ നോക്കുമ്പോഴും BJPക്ക് ആശ്വസിക്കാൻ അവിടെ വകയില്ല. അത് കഴിഞ്ഞ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ആ സാഹചര്യങ്ങളിൽ വന്ന വാർത്തകളൊക്കെ, ഡീലുകളെക്കുറിച്ച് വന്ന കാര്യങ്ങളൊക്കെ മറ്റ് പല രീതിയിൽ BJPയെക്കുറിച്ച് ഒരു ഇംപ്രഷൻ ആളുകളിൽ ഉണ്ടാക്കാൻ ഇടയാക്കി. BJPക്കകത്തുള്ള പടലപ്പിടക്കങ്ങൾ ഏതുവരെ എത്തി എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ BJPയിൽ നിന്ന് ആളുകൾ പുറത്തേക്ക് പോകുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. BJPയുടെ സ്ഥാനാർത്ഥിക്ക് ഒരു നേരത്തെ ഈ ശ്രീധരൻ ക്ലെയിം ചെയ്ത ഒരു മുന്നേറ്റത്തിൻ്റെ ഒരു ക്ലെയിം ഈ സമയത്ത് നാളെ പരസ്യ പ്രചരണം അവസാനിക്കാൻ പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ പോലും അങ്ങനെ വയ്ക്കാൻ പറ്റുന്നില്ല എന്നത് എന്ത് സ്ഥിതിവിശേഷമാണ് പാലക്കാട് BJP കാണുന്നത്? ലാൽ ആരുടെ നാവായിട്ടാണ് സംസാരിക്കുന്നത് എന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം. കൈരളി ചാനലാണ്, സ്വാഭാവികം. പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യം അതൊന്നുമല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീധരൻ സാറ് അവിടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കി. BJP അവിടെ കേരളത്തിൽ ഏറ്റവും അധികം ഫോക്കസ് ചെയ്ത മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു. 3000 ചില്ലാന വോട്ടിനാണ് അദ്ദേഹം അന്ന് ഷാഫി പറമ്പിൽ ജയിച്ചത്. ആ ഷാഫി പറമ്പിൽ ജയിച്ചത് എങ്ങനെയാണ് എന്ന് CPM പല ഘട്ടങ്ങളിലും തുറന്നു പറഞ്ഞിട്ടുണ്ട്. ശ്രീധരൻ ജയിക്കാതിരിക്കാൻ വേണ്ടി CPM കൊടുത്ത ക്രോസ് വോട്ട് കൊണ്ടാണ് അന്ന് ഷാഫി പറമ്പിൽ കഷ്ടിച്ച് ഈ ഒരു ചെറിയ മാർജിനിൽ പുരണ്ട് കടന്ന് അപ്പുറത്ത് പോയത് എന്ന് CPM തന്നെ പല വേദികളിലും അവർ സമ്മതിച്ചിട്ടുള്ള കാര്യം. ഇത്തവണ എന്തായാലും
CPM-ന്റെ ക്രോസ് വോട്ടിംഗ് ആരാണ് എന്ന് പറയുന്ന സമ്മതിച്ചത് എന്നുകൂടി സാധനം പറയണം. ഉണ്ടാവില്ല താങ്കൾ ഒരു ഫ്ലോറിൽ എന്നുള്ള ഒരു പറയുമ്പോൾ ഉറപ്പ് ഞാൻ തന്നെ ഇടപെടുകയല്ല. ഒരു സംശയമില്ല. അത് അത് വസ്തുതാവിരുദ്ധമാണ് ആ കാര്യം. CPM സീരിയസ് ആയിട്ട് തന്നെയാണ് ശ്രീ ഇടതുപക്ഷം ഷാബു പ്രസാദ്, കെ സെറിനെ പ്രേംകുമാർ നിർത്തിയിരിക്കുന്നത്. ഇതിനിടയിൽ ചോദിക്കുന്ന ഒരു അതുകൊണ്ട് കാര്യം, തന്നെ CPM എവിടുന്നാണ് താങ്കൾക്ക് ഈ CPM കുറേ വോട്ടുകൾ അപ്പുറത്ത് കൊടുത്തു എന്നുള്ളത് കിട്ടിയത് എന്നുള്ളതാണ്. ഞാനും ആ സംശയം എൻ്റെ മനസ്സിലുണ്ട്. അതായത് നമുക്ക് ഒരു പാർട്ടിയും വോട്ടെടുത്ത് കൊടുത്തു എന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് നിഷ്പക്ഷമായ ചില വോട്ടുകൾ ഇങ്ങനെ മാറുന്നു എന്ന് ഒരു നിരീക്ഷണം നടത്താൻ നമുക്ക് ചിലപ്പോൾ അല്ല, നേതാക്കൾ സമ്മതിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതെ, നേതാക്കൾ CPM സമ്മതിച്ചു എന്ന് പറഞ്ഞാല് എന്ന് പറഞ്ഞത് എങ്ങനെയാണെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഏത് പ്രേംകുമാർ നേതാവ് ചോദിക്കുന്നത്. സമ്മതിച്ചു? ആര് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ക്രോസ് വോട്ട് ചെയ്തു എന്ന്? CPM കേരളത്തിലെ ഭരണകക്ഷിയാണ്. എത്രയോ ശക്തി BJP-യെക്കാട്ടിലും അല്ലെങ്കിൽ ഇതിനെക്കാട്ടിലൊക്കെ ഏറ്റവും സംഘടിതമായ ഒരു ശക്തിയുള്ള ഒരു പവർഫുൾ ഓർഗനൈസേഷനാണ്, രാഷ്ട്രീയ പാർട്ടിയാണ് CPM. ആ CPM-ന് വളരെ ഒരു ഡിസ്റ്റന്റ് തേർഡായിട്ട് ഫിനിഷ് ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അത്രമാത്രം ദുർബലമാണോ CPM എന്ന് പറയുന്ന കേഡർ സംഘടന ഈ പാലക്കാട് മണ്ഡലത്തിൽ? CPM അത്രത്തോളം ദുർബലമാണോ മഞ്ചേശ്വരം മണ്ഡലത്തിൽ? ഇത് ഇവിടെ വളരെ ക്ലിയർ ആണ്. അതായത് ഇവിടെ പല പ്രാവശ്യം ഇത് വളരെ വളരെ എവിഡന്റ് ആയിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയണം CPM അല്ല, ആ കാര്യത്തിലേക്ക് നമുക്ക് കെ പ്രേംകുമാറിനോട് ഞാൻ ചോദിക്കാം. അദ്ദേഹത്തിന് സമയം കിട്ടുമ്പോൾ അദ്ദേഹം പറയട്ടെ. പക്ഷേ എനിക്ക് അറിയേണ്ടത് 2024 ഇപ്പോഴത്തെ അവസ്ഥയാണ്. ആ അവസ്ഥയിൽ ഇപ്പോഴില്ലല്ലോ BJP. അല്ല, 2024 2024 ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇപ്പം 6 മാസമായി. ആ സമയമല്ല ഈ സമയം. അത് സംശയം എന്താ? അത് പാർലമെന്റ് തിരഞ്ഞെടുപ്പാണ്, ഇത് അസംബ്ലി തിരഞ്ഞെടുപ്പാണ്. പിന്നെ വേറൊന്ന്, കൃഷ്ണകുമാർ എന്ന് പറയുന്നത് ആ മണ്ഡലത്തിൽ തന്നെ എത്രയോ പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ച് പരിചയിച്ച് ആ മണ്ഡലത്തിന്റെ ഓരോ നുക്കാൻ കോർണറും കൈരേഖ പോലെ അറിയാവുന്ന, ആ മണ്ഡലത്തിന്റെ പൾസ് അറിയാവുന്ന പൊതുപ്രവർത്തകനാണ്. ആ പൊതുപ്രവർത്തന കിട്ടുന്ന സ്വീകാര്യത ഇവിടെ കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ ആരോടാണെന്ന് പറഞ്ഞൂടാ, കൃഷ്ണകുമാർ നേരിട്ട് പറയുന്നത് കേട്ടു ചാനലില് ഒരു വെല്ലുവിളി, കൃഷ്ണകുമാറിന്റെ അടക്കം ബൂത്തിൽ കോൺഗ്രസ് വൻ ഭൂരിപക്ഷം നേടും എന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണകുമാർ തിരിച്ചൊരു വെല്ലുവിളി നടത്തിയിരുന്നു. അബിൻ വർക്കിയോടാണ്. അല്ല, അദ്ദേഹത്തിന്റെ ബൂത്തിൽ അദ്ദേഹം വെല്ലുവിളിച്ചതിനെ കുറിച്ചാണ് നിൽക്കട്ടെ. അദ്ദേഹത്തിന്റെ ബൂത്തിൽ അദ്ദേഹം വെല്ലുവിളിച്ചത് നിൽക്കട്ടെ. അദ്ദേഹത്തിന് പക്ഷേ അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ ഇപ്പൊ മത്സരിക്കുന്ന സ്ഥലത്ത് എത്ര വോട്ട് കിട്ടി എന്നുള്ളതും കൂടെ നോക്കണമല്ലോ. പറഞ്ഞില്ലേ, ഇത് കഴിഞ്ഞിട്ട് ഇപ്പം വെള്ളം ഈ ഭാരതപ്പുഴയിലൂടെ വെള്ളം കുറെ ഒഴുകിപ്പോയി അല്ലേ. എന്തായാലും ഇത്തവണ CPM-ന്റെ ക്രോസ് വോട്ടിംഗ് ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. CPM ഇടതുപക്ഷം അവിടെ സീരിയസ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു അഡ്വാൻറ്റേജ് തന്നെ അവിടെ BJP-ക്കുണ്ട്. നല്ല ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അവിടെ ക്രോസ് വോട്ടിംഗ് ഇല്ല എന്നുള്ളത് മാത്രമല്ല, കൃഷ്ണകുമാർ ആ മണ്ഡലത്തിൽ തന്നെയുള്ള ആ മണ്ഡലത്തിന്റെ പുത്രനാണ്. പുറത്തുനിന്ന് വന്ന ഒരാളല്ല, നൂലിൽ കെട്ടി ഇറക്കിയ ആളല്ല. പതിറ്റാണ്ടുകളായി. പക്ഷേ കൃഷ്ണകുമാറിനോടുള്ള വിരോധം കൊണ്ടാണ് അവിടെ നിന്ന് സന്ദീപ് വാര്യരെ പോലെ ഒരാൾ, സംസ്ഥാന കമ്മിറ്റി അംഗം, വലിയ രീതിയിൽ BJP-യുടെ നേതൃസ്ഥാനത്തുണ്ടായിരുന്ന ആൾ, വക്താവായൊക്കെ നിന്ന് ആൾ പുറത്തേക്ക് പോകുന്ന അവസ്ഥയുണ്ടായത്. ബാക്കിയുള്ളവർ ഇപ്പോൾ കൗൺസിലർമാർ വരെ ഇറങ്ങാൻ പോകുന്നതാണ് കോൺഗ്രസ് പറയുന്നത്. കോൺഗ്രസ് പറയട്ടെ. ഇപ്പൊ എന്തായാലും ഈ സന്ദീപ് വാര്യരോടൊപ്പം 9 കൗൺസിലർമാരും കൂടെ കോൺഗ്രസിലേക്ക് വന്ന് ആ നഗരസഭ ഭരണം അട്ടിമറിച്ച് അവിടെ കോൺഗ്രസ് അങ്ങോട്ട് ഇരുന്ന് ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇവരുടെ പ്ലാൻ. ഇങ്ങനെയൊക്കെ ആയിരുന്നെന്നാണ് ഇപ്പൊ പുറത്തു വരുന്ന പല വാർത്തകളും. അവരതൊക്കെ നിഷേധിക്കുമായിരിക്കും. ഇനി അതെന്തോ ആയിക്കോട്ടെ, സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസിലേക്ക് പോയി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പം ഇവിടെ ഇരുന്ന് ഇങ്ങനെയുള്ള ദൗർബല്യങ്ങളൊക്കെ ഇപ്പോൾ BJP-ക്ക് അവിടെ ഫേസ് ചെയ്യാനുണ്ട്. ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിക്ക് നിങ്ങൾ 2021 അവതരിപ്പിച്ച പോലെ മെട്രോമാൻ, ഇന്ത്യ ഒട്ടാകെ ലോകം മുഴുവൻ ആദരിക്കുന്ന വയോധികനായ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു മെട്രോമാൻ എന്നൊക്കെയുള്ള രീതിയിൽ വിളിക്കാൻ പറ്റുന്ന ഒരു പരിവേഷമില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു തരത്തിലൊരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് എങ്കിലും കൂടുതൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഡോക്ടർ സരിനാണ്. അതാണ് സരിനെ കുറിച്ച് ഇപ്പോൾ ജനങ്ങൾ പറയുന്നതും. അതാണ് ഞാൻ നേരത്തെ എടുത്തു പറഞ്ഞതും. അതിപ്പോൾ ഒരു പക്ഷത്തേക്ക് ഞാൻ ചായുന്നു എന്ന് താങ്കൾ പറയണ്ട. പക്ഷെ കൃഷ്ണകുമാർ ആ നിലയ്ക്ക് ഈ സ്ഥാനാർത്ഥികളിൽ ശ്രീധരനെ പോലെ മുമ്പിൽ നിൽക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? ഒരു കാര്യം മനസ്സിലാക്കൂ, ശ്രീധരൻ അവിടെ നിന്നു അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ കരിസ്മ ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്.
അതുകൂടാതെ എന്തുകൊണ്ടാണ് അവിടെ ശ്രീധരൻ അത്രമാത്രം ശക്തമായ ഒരു പ്രകടനം അവിടെ കാഴ്ചവെക്കാൻ കഴിഞ്ഞത്? അത് BJP-യുടെയും സംഘപരിവാറിന്റെയും സംഘടനാ സംവിധാനം അതിശക്തമായതുകൊണ്ടും ഗ്രാസ് റൂട്ട് ലെവലുകളിൽ വരെ പ്രവർത്തിക്കുന്ന, വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ലൈവ് നെറ്റ്വർക്ക് ഉള്ളത് കൊണ്ടും അത് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നത് കൊണ്ടുമാണ്. ആ സംഘടനാ സംവിധാനത്തിലാണ് ഇപ്പോൾ പോറിലേറ്റിരിക്കുന്നത്. ആ സംഘടനാ സംവിധാനമാണ് ഇപ്പോൾ BJP-ക്ക് 2021-ലുള്ള സംഘടനാ സംവിധാനം ഇപ്പോഴുണ്ടോ എന്ന ചോദ്യം ഉയരുന്നത്. ഒരു സംശയം വേണ്ട. ഒരു വലിയ യന്ത്രത്തിൽ നിന്ന് ഒരു നട്ടൂരി അങ്ങോട്ട് പോയി, അത്രയേ ഉള്ളൂ. അടുത്ത നട്ടവിടെ വെച്ചു, പരിപാടി കഴിഞ്ഞു. അത്ര മാത്രമേ ഉള്ളൂ. ആ പ്രാധാന്യം അത് തന്നെ ഉള്ളൂ. അവിടെ ഇപ്പൊ ഈ സന്ദീപ് വാര്യർ അങ്ങോട്ട് പോയത് കൊണ്ടായി. ഇനിയും സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയി. ഇനിയും നമുക്കിനി കാലം കിടക്കുകയല്ലേ. ഇനി എത്രയോ വെള്ളം ഭാരതപ്പുഴയിലൂടെ ഒഴുകാൻ കിടക്കുന്നു ലാലേ. നമ്മളൊക്കെ ഇവിടെ തന്നെ കാണുമല്ലോ. ഇനിയും അത് എങ്ങനെയൊക്കെ ആയി തീരും എന്നുള്ളതിന്റെ ചില സൂചനകൾ ഇവരുടെ പ്രമുഖ നേതാവ് കെ മുരളീധരൻ തന്നു കഴിഞ്ഞു. നമുക്കത് കാത്തിരുന്ന് കാണാം. ഇപ്പം വേറൊരു കാര്യം കൂടെ ഉണ്ടായിട്ടുണ്ട്. ഈ സന്ദീപ് വാര്യർ അങ്ങോട്ട് പോയപ്പോൾ, സന്ദീപ് വാര്യർ ആദ്യം ഒന്ന് ഇടഞ്ഞു നിന്നപ്പോൾ, അല്ലെങ്കിൽ ഒന്ന് വിഷമത്തോടു കൂടി പ്രതികരിച്ചപ്പോൾ, സംഘപരിവാറിന്റെ ഉള്ളിൽ നിന്ന് തന്നെ BJP-യിൽ ഉള്ളിൽ നിന്ന് തന്നെ സന്ദീപ് വാര്യർക്ക് ഒരു സിമ്പതി ലഭിച്ചിരുന്നു. എന്നാൽ ഈ മറുകണ്ഠം ചാടല് ഇപ്പോൾ ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലുണ്ടായ ഡെവലപ്മെന്റ് കാരണം ആ സന്ദീപ് വാര്യർക്ക് കിട്ടിയിരുന്ന ആ ഒരവസ്ഥ മുഴുവനും മാറി. BJP-യുടെ സംഘടനാ സംവിധാനം അവിടെ കൂടുതൽ ശക്തമായി. BJP-യിൽ അത് എങ്ങനെയും ഈ സന്ദീപ് വാര്യരുടെ ഈ ചതിക്ക് ഒരു പാഠം പഠിപ്പിക്കണം എന്നുള്ള അവസ്ഥയിലേക്ക് എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മറന്നുകൊണ്ട് മുഴുവൻ അവിടെ BJP ഒറ്റക്കെട്ടായി അതിശക്തമായി നിൽക്കുകയാണ്. ശരി, എന്താണെങ്കിലും നേരത്തെയും BJP-യുടെ സംഘടനാ സംവിധാനത്തിൽ ഒരു പോറൽ വേറ്റില്ല എന്ന് താങ്കൾ പറയുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്നത് പോലെ തന്നെ BJP പോകുന്നതാണ്. അതിനേക്കാൾ കൂടുതലൊന്നും സന്ദീപ് പോയത് കൊണ്ട് അവിടെ വലിയ മാറ്റം കൂടുതലുണ്ടായി എന്നൊന്നും പറയാൻ ഇല്ലല്ലോ. അത് നേരത്തെ ഉണ്ടായിരുന്നതും ഇതുപോലൊക്കെ തന്നെയാണെന്ന് താങ്കൾ പറയണ്ട. നേരത്തെ അതായത് അവിടുത്തെ BJP പ്രവർത്തകരുടെ ആത്മവീര്യം കൂടിയിട്ടേ ഉള്ളൂ എന്നാ ഞാൻ പറഞ്ഞു. ശരി, ഒരാളുടെ ആത്മവീര്യം കൂടിയത് കൊണ്ട് വോട്ട് കൂടില്ല. ശരി, ഞാൻ വരാം. നിജേഷ് അരവിന്ദ്, വോട്ട് കൂടുന്നത് ഈ സംഘടനയുടെ പ്രവർത്തനം കൊണ്ട് കൂടിയാണ്. ശരി, ഞാൻ അങ്ങനെയൊക്കെ വരാം. പ്രവർത്തനം കൊണ്ടാണല്ലോ. നിജേഷ് അരവിന്ദ്, ഇപ്പൊ ഇവിടെ ഇക്കാര്യത്തിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഒന്ന് BJP-യെ നിങ്ങൾ 2ാം സ്ഥാനത്ത് കാണുന്നത്, നിങ്ങളുടെ ഫൈറ്റിൽ നിങ്ങളുടെ എതിരാളിയായി BJP-യെ തന്നെ കാണുന്നു എന്ന് പറഞ്ഞത് നേരത്തെ ശ്രീ കെ പ്രേംകുമാർ പറഞ്ഞതുപോലെ BJP-യോട് നിങ്ങൾ ഏറ്റുമുട്ടുന്നു. BJP ജയിച്ചേക്കാം എന്നൊരു പ്രതീതി ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് വോട്ടുകൾ കൂടുതൽ കിട്ടും എന്നൊരു തോന്നൽ ഉണ്ടാക്കാനാണെങ്കിൽ ഇത്തവണ പാലക്കാട്ടെ ആളുകൾ, അവരോട് മാധ്യമങ്ങളൊക്കെ സംസാരിക്കുന്നതൊക്കെ നമ്മൾ എല്ലാ ദിവസവും കാണുന്നുണ്ട്. മാധ്യമങ്ങൾ സംസാരിക്കുമ്പോൾ അങ്ങനെയല്ല പറയുന്നത്. ഈ ശ്രീധരൻ്റെ കാര്യത്തിൽ 2021 പറഞ്ഞതുപോലെ ഒരു പറച്ചിലല്ല ഇപ്പോൾ. അവിടെ ശ്രീ കൃഷ്ണകുമാറിനെ കുറിച്ച് പറയുന്നവരുണ്ട്, പക്ഷേ അതിനേക്കാൾ സരിനെ കുറിച്ച് പറയുന്നവരുണ്ട്. അല്ലെങ്കിൽ അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ആ പേര് പറയാതെ കോൺഗ്രസ്സിന് ജയിക്കുമെന്നോ പറയുന്നവരുണ്ട്. അപ്പോൾ ഒരു വലിയ രീതിയിലുള്ളൊരു ത്രികോണ മത്സരമാണ്. അല്ല, നിങ്ങൾ ഈ പറയുന്ന പോലെ 2 കക്ഷികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലല്ല. അങ്ങനെ നിങ്ങൾക്ക് വോട്ട് കിട്ടും എന്ന് കരുതേണ്ടതില്ല ഇത്തവണ. അല്ല, അത് 2 ദിവസം കൂടി കഴിയട്ടെ. ത്രികോണ മത്സരമാണോ 2 കക്ഷികൾ തമ്മിലുള്ള മത്സരമാണോ എന്നൊക്കെയുള്ളത്. പിന്നെ നേരത്തെ ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞ കണക്കിൽ തെറ്റുണ്ട്. 2016 ഷാഫിക്ക് 57,000 വോട്ടാണ്. 2021 ആയപ്പോൾ അത് 53,000 ആയതാണ്. BJP-യുടെ CPM-ൻ്റെ വോട്ട് 38,000-ൽ നിന്ന് 34,000-ലേക്ക് കുറഞ്ഞതാണ്. അപ്പോൾ CPM-ൻ്റെ വോട്ട് മൊത്തമായി ഞങ്ങൾക്കാണ് കിട്ടിയതെങ്കിൽ വോട്ട് കൂടുകയല്ലേ വേണ്ടത്? വോട്ട് കുറഞ്ഞതാണല്ലോ. അപ്പോൾ ആ കണക്കൊന്നും ശ്രീ ഷാബു പ്രസാദ് പറയരുത്. ഈ ശ്രീധരന് അല്ലാത്ത കുറച്ച് വോട്ട് കിട്ടിയിരുന്നു. ആ വോട്ടുകളൊക്കെ ഈ പ്രാവശ്യം നിഷ്പക്ഷമായി തന്നെ വോട്ടുകൾ ചെയ്യപ്പെടും. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ മറ്റൊരാൾ പാർട്ടി മാറിപ്പോയി, അതിൻ്റെ ഇമ്പാക്റ്റ് അത് വരാൻ പോകുന്ന സമയത്ത് കാണാം. നെറ്റാണോ ബോൾട്ടാണോ കുടുക്കിയത് എന്നൊക്കെ. ഇനി അടുത്തത് ശ്രീ പ്രേംകുമാർ വല്ലാതെ വൈകാരിക അവസ്ഥ കൊള്ളുമ്പോൾ ഈ സന്ദീപ് വാര്യരെ പറ്റി മോശം പറയുമ്പോൾ പ്രേംകുമാറിന് ആലോചിക്കാം. കണ്ണൂർ ജില്ലയിലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുണ്ട്, പേര് OK വാസു എന്നാണ്. മറ്റൊരു മലബാർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റുണ്ട്, അശോകൻ എന്നാണ്.
ശ്രീ പ്രേംകുമാർ, താങ്കളൊക്കെ വിദ്യാർത്ഥി നേതാവായിരിക്കുന്ന 91, 92 കാലഘട്ടത്തിൽ SFIയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സഖാവ് KV സുധീഷിനെ വെട്ടിക്കൊലപ്പെടുത്തി അന്ന് സീരീസായി CPM പ്രവർത്തകരും BJP പ്രവർത്തകരും പരസ്പരം കൊല്ലുന്ന സമയത്ത് അന്ന് BJPയുടെ നേതൃത്വം വഹിച്ച ആളുകളാണ് OK വാസുവും അശോകനുമൊക്കെ. അവരൊക്കെ ഇന്ന് CPMന്റെ താക്കോൽ സ്ഥാനങ്ങളിലാണ്. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ രാഷ്ട്രീയത്തെ പറയാം. പിന്നെ സ്വതന്ത്രരുടെ പരീക്ഷണം, ശരിയാണ്, നിങ്ങൾ സ്വതന്ത്രരുടെ പരീക്ഷണം നടത്തിയിട്ടുണ്ട്. അരിവാൾ ചുറ്റിക അല്ലാത്ത ചിഹ്നത്തിൽ മത്സരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ മത്സരിപ്പിച്ചതിൽ ഒരാളായിരുന്നു ശ്രീ PV അൻവർ. PV അൻവർ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തെടുക്കുന്ന നിലപാട് നിങ്ങളിപ്പോൾ പറഞ്ഞ സഖാവ് പിണറായി വിജയനെ പറ്റി ഞങ്ങളൊന്നും പറയാത്ത തരത്തിൽ പറഞ്ഞത്, ഈ ഭരണത്തെ പറ്റി പറഞ്ഞത്, സ്വർണ്ണക്കടത്ത്, തട്ടിപ്പ്, വെട്ടിപ്പ് തുടങ്ങി ഈ സർക്കാരിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അൻവറിൽ നിങ്ങൾ പഠിച്ചിട്ടില്ല. ഒരു സ്വതന്ത്ര പരീക്ഷണത്തിൽ നിങ്ങൾ പഠിച്ചിട്ടില്ല. നിങ്ങൾക്കുള്ള നേട്ടം എന്താണ് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളത് നിങ്ങൾ ഇപ്പോഴും പറയുന്നില്ല. അത് വിട്ടുകൊണ്ട് CPMന്റെ നേരെയാണ് ഇപ്പോഴും തിരിയുന്നത്. നിങ്ങൾക്കുള്ള നേട്ടം ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് എന്ന് പറയാൻ ആ കാര്യത്തിൽ മുരളീധരനെ കൊണ്ടുകൂടി പറയിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. വീണ്ടും മുരളി തന്നെ പറയേണ്ടി വരുന്നു. മുരളിയുടെ പേര് തന്നെ. മുരളി മാത്രമല്ല, രമേശ് ചെന്നിത്തലയുണ്ട്, MM ഹാസനുണ്ട്, സന്ദീപ് വാര്യരുടെ കാര്യത്തിൽ മാത്രമാണെങ്കിൽ എതിർപ്പുള്ള ആളുകൾ ഇവരൊക്കെ തന്നെയുണ്ട്. ഇത് മാത്രമല്ലല്ലോ, ഒരുപാട് പേർ അവിടെ നിന്ന് പോയല്ലോ. ആ കാര്യങ്ങൾ അവിടെ കിടക്കുകയല്ലേ. അത് ഈ തെരഞ്ഞെടുപ്പിലാണല്ലോ പരിശോധിക്കപ്പെടുക. ലാൽ, ഒരു ദിവസം എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ഉറക്കം നഷ്ടപ്പെട്ടത് പാലക്കാട്ടെ പാതിരാ നാടകത്തിലായിരുന്നു. അത് ഫ്ലോപ്പായി പോയി. രാഹുൽ മാങ്കൂട്ടത്തിലും നമ്മുടെ ഷാഫി പറമ്പിലും ട്രോളിയിൽ പണം കൊണ്ടുവന്നു എന്ന് പ്രചരണം നടത്തിയപ്പോൾ ചേർന്ന് നിന്ന VV രാജേഷും MB രാജേഷും ഒക്കെയാണ് അവിടുത്തെ ചർച്ച. ആ കാര്യത്തിലും കോൺഗ്രസിന്റെ ഉത്തരം ഇതുവരെ ക്ലിയർ അല്ല. കാരണം ഇന്നും K സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്, ഇന്നും K സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, കോടികൾ ധർമ്മരാജൻ പറഞ്ഞ മൊഴിയിലുള്ള ആ പണം ഷാഫി പറമ്പലിന് കിട്ടിയിട്ടുണ്ട്. ഷാഫി എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല എന്ന് K സുരേന്ദ്രൻ ഇന്നും ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മറുപടി പറയാത്തത്? നിങ്ങൾ മറുപടി പറയാതെ പോകുന്നതുകൊണ്ട് രക്ഷപ്പെടുന്നതാണ്. തീർച്ചയായിട്ടും തൽക്കാലം മാധ്യമങ്ങൾക്ക് തീർച്ചയായിട്ടും കാരണം തീർച്ചയായിട്ടും കൈരളി ചാനൽ കൊണ്ടുവന്ന AK ബാലനും MB രാജേഷും ഏറ്റുപിടിച്ച ആ പാതിരാ നാടകം പരാജയപ്പെട്ടപ്പോൾ നിങ്ങളുടെ വക്കീലായിട്ട് K സുരേന്ദ്രനെ നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. K സുരേന്ദ്രൻ പറയുന്നതാണ് ആപ്തവാക്യമെന്ന് കൈരളി ചാനൽ ഇപ്പോൾ പറയുന്നതിൽ, ഇലക്ഷന് തൊട്ട് മുമ്പ് പറയുന്നതിലെ സ്വീകാര്യത ഞാൻ മനസ്സിലാക്കുന്നു. സ്വന്തം പാതിരാ നാടകത്തിനെ NN കൃഷ്ണദാസ് പോലും തള്ളിപ്പറഞ്ഞപ്പോൾ വഴിയിൽ വീണ് പോയ ആ ആയുധത്തെ അങ്ങ് ഇല്ലാതായി പോയപ്പോൾ ഇത്രയധികം ഷാഫി പറമ്പിലിനെ അധിക്ഷേപിച്ചിട്ട് ഒരു വക്കീൽ നോട്ടീസ് പോലും അയക്കാത്തത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ വാർത്താ സമ്മേളനത്തിൽ K സുരേന്ദ്രനെ തിരിച്ച് മറുപടി പറയാത്തത് എന്തുകൊണ്ടാണ്? സുരേന്ദ്രനോട് നിങ്ങൾക്കുള്ള സ്നേഹം കൊണ്ടല്ലേ ഒരു കേസ് പോലും കൊടുക്കാത്തത്? അയ്യോ, അല്ല, സുരേന്ദ്രൻ മാത്രല്ല ലാൽ, സുരേന്ദ്രനും MB രാജേഷും ഒറ്റക്കെട്ടായിട്ടാണ്. എന്തോട്ടം! ഞാനന്ന് പാലക്കാട്ടുണ്ട്, എന്തോട്ടം! ഞാനുണ്ട്, ശ്രീ പ്രേംകുമാറുണ്ട്, ഞങ്ങളന്ന് ഒരുമിച്ചൊരു ചർച്ചയിലുണ്ട് പാലക്കാട്ട്. എന്തായിരുന്നു രാത്രി CPM പ്രവർത്തകരും BJP പ്രവർത്തകരും ഹോട്ടൽ വളഞ്ഞ് യുവമോർച്ചക്കാരൻ പറയുന്നു കോണി ഇറങ്ങിപ്പോയി, പിടിക്കവൻ. എവിടെ രാഹുൽ, എവിടെ എത്തി? ഫ്ലോപ്പ് ആയി പോയില്ലേ? നിങ്ങൾ കൊണ്ടുവന്ന ഏതായുധമാണ് പ്രിയപ്പെട്ട ലാൽ ഇന്ന് നിലനിന്നിട്ടുള്ളത്? സ്നേഹമുള്ളത് കൊണ്ടാണ്. ഷാഫി പറമ്പിൽ സംശയത്തിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറണമെങ്കിൽ ഈ ചോദ്യം ഈ വക്കീൽ നോട്ടീസ് അയക്കണം. അല്ലെങ്കിൽ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കും അദ്ദേഹത്തോട് ഈ ചോദ്യം. സിമ്പിൾ ലാൽ, കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി നിങ്ങൾ വിശ്വസിക്കുന്നത് പിണറായി വിജയൻ ആണെങ്കിൽ, ഹൊസബളി അല്ലെങ്കിൽ വത്സൻ തില്ലങ്കേരി അല്ലെങ്കിൽ, പിണറായി വിജയൻ്റെ പോലീസിന് നട്ടെല്ലുണ്ടെങ്കിൽ, അങ്ങ് ചേവായൂർ ബാങ്കിലെ കോൺഗ്രസുകാരെ അടിച്ചോടിച്ച് ബാങ്ക് പിടിച്ചു കൊടുക്കാൻ വേണ്ടി നിന്ന കേരള പോലീസിന് നട്ടെല്ലുണ്ടെങ്കിൽ, അന്തസ്സുണ്ടെങ്കിൽ, അഭിമാനമുണ്ടെങ്കിൽ, കഴിവുണ്ടെങ്കിൽ ഒന്ന് പിടിച്ചകത്താക്കുന്നേ. ഒരല്പമെങ്കിലും ഒരു അന്തസ്സുണ്ടെങ്കിൽ ഷാഫി പറമ്പിൽ ചെയ്യേണ്ടത് എന്താണ്? K സുരേന്ദ്രനെതിരെ വക്കീൽ നോട്ടീസ് അയക്കണ്ടേ? ആ ചോദ്യം അവിടെ കിടക്കുന്നു. അതിന് ഉത്തരമില്ല. മുരളീധരൻ പറഞ്ഞ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല. ഇങ്ങനെ ഒട്ടേറെ ചോദ്യങ്ങളാണ്. ഇതിനൊന്നിനും ഉത്തരമില്ല സാർ. ഇതില്ലാതെയാണ് നിങ്ങൾ സന്ദീപിനെ വെച്ച് ഓട്ടയടച്ച് നാളെ
നിശബ്ദ പ്രചരണത്തിലേക്ക് പോകാൻ പോകുന്നത്? ലാൽ ഒരു മിനിറ്റ്. ഷാഫി പറമ്പിലിന്റെ അന്തസ് വടകരയിൽ കണ്ടതാണ്. കെ ശൈലജ ടീച്ചർ, കാഫിർ, സ്ക്രീൻഷോട്ട് എല്ലാം ജനങ്ങൾ 1,15,000 വോട്ടിനാണ് തോൽപ്പിച്ചു വിട്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി ഗ്രാമങ്ങളടങ്ങിയ കൂത്തുപറമ്പും വടകരയും എടച്ചേരിയും ഒഞ്ചിയും ഉള്ളിടത്ത് ഓടിച്ചു വിട്ടത് ജനങ്ങൾ. എവിടെ എത്തി നമ്മുടെ കാഫർ കേസ്? എവിടെ എത്തി? ഡോക്ടർ ജോ അന്ന് ഇത് തന്നെയാണ് എത്താൻ പോകുന്നില്ല. എവിടെ എത്തില്ല. ഇപ്പോൾ ഉയരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമാകാൻ ഇത് മതിയോ കെ പ്രേംകുമാർ? അതെ, അവസാനം പറഞ്ഞിടത്ത് തന്നെ തുടങ്ങാം. അവിടെ വ്യാജ ചിത്രം മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചതിന് അറസ്റ്റിലായിട്ടുള്ളൊരു കോൺഗ്രസ്സുകാരനുണ്ട്. പേരും ഡീറ്റെയിൽസും വേണമെങ്കിൽ ഞാൻ തരാം. താങ്കൾക്ക് അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ജനാധിപത്യത്തിൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിലാണോ വിലയിരുത്തുന്നത്? നിങ്ങൾ എങ്ങനെയാണ് PK ശ്രീമതി ടീച്ചറെ എന്താണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വിശേഷിപ്പിച്ചത്? കിടുങ്ങാച്ചിയമ്മ എന്നാണ് പറഞ്ഞത്. ഈ ഫ്ലോറിൽ ഇരുന്നു കൊണ്ട് UDF കോൺഗ്രസിൻ്റെ പ്രതിനിധിക്ക് അതിനോട് യോജിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു സമീപനം എടുക്കുന്നതിനെ നിങ്ങളെങ്ങനെയാണ് സ്ത്രീകളോട് പെരുമാറിയിട്ടുള്ളത്? കേരളത്തിൽ ശൈലജ ടീച്ചറെ ഏതെല്ലാം നിലയിൽ നിങ്ങൾ ആക്രമിക്കുകയും അപമാനിക്കുകയും ചെയ്തു? അതാണോ രാഷ്ട്രീയ പ്രവർത്തനം? ഭൂരിപക്ഷം ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷമുണ്ട്, അമിത്ഷായ്ക്ക് ഭൂരിപക്ഷമുണ്ട്. അപ്പോൾ ഭൂരിപക്ഷത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിലാണോ നമ്മൾ ഒരു സമൂഹത്തിൻ്റെ ജനാധിപത്യ മതനിരപേക്ഷ ബോധത്തെ നാം അളക്കുകയും അതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത്? ഇത്രമാത്രം ജനാധിപത്യത്തിൽ വോട്ടിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ കാണുന്ന സ്ഥിതിയിലേക്ക് കോൺഗ്രസ് മാറുമെന്നോ ഇത്ര പെട്ടെന്ന് മാറുമെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ പറയുന്നത് തോറ്റവരെയും ജയിച്ചവരും എല്ലാം ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ നാട്, നമ്മുടെ സമൂഹം. അത്തരമൊരു സമൂഹത്തിൽ നാം ഉയർത്തിപ്പിടിക്കേണ്ട ചില മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങളാണ് ജനാധിപത്യവും മതനിരപേക്ഷതയും എല്ലാം. ആ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ജയിക്കുമ്പോഴാണ് ആ ജയത്തിന് അന്തസ്സുണ്ടാകുന്നത്, അതിന് മാറ്റുകൂടുന്നത്. അതല്ലാതെ ഭൂരിപക്ഷം ലക്ഷമാണോ, 1,10,000 വെറും 10,000 എന്നുള്ളത് മാത്രമല്ല നാം ഉയർത്തുന്ന മുന്നോട്ട് വയ്ക്കുന്ന ചോദ്യം. ഞങ്ങളിവിടെ പറയുന്നത് നിങ്ങൾ എന്തുകൊണ്ടാണ് SDPIയുടെ വോട്ട് വേണ്ട എന്ന് പറയാത്തത്? RSS ഉയർത്തുന്ന RSSന്റെ മറുപതിപ്പല്ലേ SDPIയും വെൽഫെയർ പാർട്ടിയും? അവരുടെ ലക്ഷ്യം എന്താണ്? അതിനോട് ചേർന്ന് നിൽക്കാൻ നിങ്ങൾ എന്തുകൊണ്ട് തയ്യാറാകുന്നു അതിൻ്റെ കൂടെ നിൽക്കാൻ? ഇന്നലെ ചർച്ചയിൽ ഉൾപ്പെടെ പാലക്കാട് പറയാൻ കഴിയുന്നില്ല കോൺഗ്രസിൻ്റെ പ്രതിനിധിക്ക് ഞങ്ങൾക്ക് SDPIയുടെ വോട്ട് വേണ്ട, ഞങ്ങൾക്ക് വെൽഫെയർ പാർട്ടിയുടെ വോട്ട് വേണ്ട എന്നത്. പാലക്കാട് മണ്ഡലത്തിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള തീവ്രവാദ, വർഗീയവാദ, വിഘടനവാദ, മൗലികവാദ സ്വഭാവമുള്ള സംഘടനകളാണ് UDFന് വേണ്ടി വോട്ട് പിടിക്കുന്നത്. അവരാണ് UDFന് വേണ്ടി സംസാരിക്കുന്നത്. ഇവിടെ ഏതാ BJP ജയിക്കാൻ പോകുന്നു, അതുകൊണ്ട് BJP ജയിക്കാതിരിക്കാൻ UDFന് വോട്ട് ചെയ്യണമെന്ന് പറയുന്നത് ഇവരാണ്. മതന്യൂനപക്ഷങ്ങളിലുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇവരാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം അവർക്ക് അഭയം നൽകാൻ കേരളത്തിലെ കോൺഗ്രസ് UDF തയ്യാറായിരുന്നില്ല. ഇപ്പോൾ വടകര ഉൾപ്പെടെയുള്ള കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി നിങ്ങൾ എല്ലാവരെയും ചേർത്ത് പിടിക്കുക. ആരെ? ഏത് വർഗീയ തീവ്രവാദ വിഘടനവാദ നിലപാടുള്ളവരെയും കേരളത്തിലെ UDF ചേർത്ത് പിടിക്കുകയാണ്. ആ ചേർത്ത് പിടിച്ചുള്ള നീക്കത്തെയും കേരളത്തിലെ ജനത, മതനിരപേക്ഷ ജനാധിപത്യ ബോധമുള്ള ജനത അത് അതിജീവിക്കുകയും മറികടക്കുകയും ചെയ്യും എന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു തെരഞ്ഞെടുപ്പിലല്ല 9 തെരഞ്ഞെടുപ്പിൽ തോറ്റാലും ഒരു വർഗീയവാദ, വിഘടനവാദ, തീവ്രവാദ സംഘടനകളോടും അവരുടെ സമീപനത്തോടും ചേർന്ന് നിന്ന് പോകാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന മനുഷ്യപക്ഷത്ത്, ഹൃദയപക്ഷത്ത്, മതനിരപേക്ഷതയുടെ ജനാധിപത്യത്തിൻ്റെ പക്ഷത്ത് കേരളത്തിലെ ഇടതുപക്ഷം ഉറച്ചു നിൽക്കും. ഒരു സംശയവും ആ കാര്യത്തിലില്ല. ഞങ്ങളെല്ലായിടത്തും ലോകത്ത് ഭരിക്കുന്നൊന്നുമില്ല. അധികാരത്തിലില്ലാതെ പ്രതിപക്ഷത്തിരുന്നിട്ടുണ്ട്, നാളെയും ഒരുപക്ഷെ ഇരിക്കേണ്ടി വരും. പക്ഷെ അതിനുവേണ്ടി ആരുമായും കൂട്ടുകൂടാവുന്ന സമീപനം ഒരിക്കലും ഇടതുപക്ഷം സ്വീകരിക്കില്ല. നാടിനെ ഒറ്റുകൊടുക്കുകയാണ് ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി എന്നുള്ളത് ഇവിടെ പാലക്കാട് ഉൾപ്പെടെ നമ്മളത് കാണുകയല്ലേ. പിന്നെ ഇപ്പോൾ ഇവിടെ പറഞ്ഞു എന്താണ് ഇപ്പോൾ ഇവിടെ ഡീലുമായി ബന്ധപ്പെട്ട്, ട്രോളിയുമായി ബന്ധപ്പെട്ടൊക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് ഇവിടെ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ കോഴിക്കോട്ടേക്ക് 3 കാറിൽ പോയത്? എന്തിനാണ് KPMൽ റൂമേ ഇല്ലാത്ത രാഹുൽ അവിടേക്ക് വലിയ ട്രോളിയായിട്ട് വന്നത്? ഇതെല്ലാം ജനങ്ങളുടെ മനസ്സിലുണ്ട്. അതെല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് അവരുടെ സാമാന്യ യുക്തിക്ക്, ബോധത്തിന് നിരക്കാത്ത നിലയിലുള്ള കാര്യങ്ങളുണ്ട്. പിടിക്കപ്പെട്ടതിൽ മാത്രമല്ലല്ലോ, പിടിക്കപ്പെടാതെ പോകുന്ന എത്രയോ സംഭവങ്ങളില്ലേ. പക്ഷേ അവിടെ നടന്നത് ഈ സമൂഹത്തിൽ നടക്കാൻ പാടില്ലാത്തതാണ് എന്ന് കൃത്യമായ ബോധ്യമുണ്ട്. വ്യാജ ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാക്കിയതിൻ്റെ പേരിൽ കേസിൽ അന്വേഷണം നേരിടുന്നയാളല്ലേ ഇപ്പോൾ പാലക്കാട്ടെ സ്ഥാനാർത്ഥി. അദ്ദേഹത്തെ പറ്റില്ല എന്ന് പറഞ്ഞത് CPMൻ്റെ ജില്ലാ കമ്മിറ്റി അല്ല,
കോൺഗ്രസിന്റെ DCC ആണ് ഇദ്ദേഹമല്ല സ്ഥാനാർത്ഥി വേണ്ടത്, കെ മുരളീധരനാണ് വേണ്ടതെന്ന് പറഞ്ഞത്. അതേ കെ മുരളീധരൻ ഇന്ന് പറയുന്നു ഇവിടെ സന്ദീപ് വാര്യരെ ഇപ്പം ഇങ്ങോട്ട് ക്ഷണിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല, പാലക്കാട്ടെ വിജയത്തിന് അദ്ദേഹം ഒന്നും ഒരു ഘടകമല്ല എന്ന് കെ മുരളീധരൻ പരസ്യമായി പ്രകടിപ്പിക്കുകയല്ലേ. എന്നെങ്കിലും ഒരു ഐക്യജനാധിപത്യ മുന്നണി എന്നാണ് പേരെങ്കിലും എവിടെയെങ്കിലും ഒരു ഐക്യം നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടുണ്ടോ? ഇന്നലെ വീണ്ടും സുധാകരനും ശ്രീ VD സതീശനും ശ്രീ സുധാകരനും തമ്മിൽ മൈക്കിന് വേണ്ടി കടിപിടി കൂടുകയല്ലേ. രണ്ട് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ കൂടിയിരുന്നാൽ പത്രസമ്മേളനത്തിൽ അവർ പറയുന്ന വാചകം പൊതുസമൂഹത്തിന്, അമ്മമാരും സഹോദരിമാരും കുട്ടികളും ഒക്കെ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് പറയാൻ കൊള്ളുന്നതാണോ? എവിടെ എത്തി കോൺഗ്രസ്? കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ സ്വീകരിക്കുന്ന സമീപനം എന്താണ്? നിങ്ങൾ സംഘപരിവാർ ശക്തികളെ പരാജയപ്പെടുത്താനുള്ള നീക്കാണോ നിങ്ങൾ നടത്തുന്നത്? അധികാരത്തിനും സ്ഥാനമാനത്തിനും വേണ്ടി ആരുമായും കൂട്ടുചേരുന്നവരായി നിങ്ങൾ മാറുക. അത് കേരളത്തിലെ ജനങ്ങൾ കാണും, തിരിച്ചറിയും. നിങ്ങൾക്കതിന് വലിയ വില കൊടുക്കേണ്ടി വരും. അന്നും ഇടതുപക്ഷം ശരിയായ നിലപാട് സ്വീകരിച്ച് ഈ സമൂഹത്തിലുണ്ടാവും. പാലക്കാട്ടെ വോട്ടർമാർക്കറിയാം, പാലക്കാട് LDF സ്ഥാനാർത്ഥി സരിന് ലഭിക്കുന്ന സ്വീകാര്യത കൃത്യമായി നമ്മുടെ സമൂഹം കാണുന്നുണ്ട്, തിരിച്ചറിയുന്നുണ്ട്. നിങ്ങളവിടെ സ്റ്റെതസ്കോപ്പ് നിങ്ങൾ കാണില്ല, പക്ഷേ ഡോക്ടറെയും സ്റ്റെതസ്കോപ്പിനെയും പാലക്കാട്ടെ ജനത ഹൃദയത്തിലേറ്റിക്കഴിഞ്ഞു എന്ന് 20-ാം തീയതി പോളിംഗ് കഴിഞ്ഞ് 23 റിസൾട്ട് വരുമ്പോൾ നമുക്ക് ശരി. പ്രേംകുമാർ, ഞാൻ വരാം. ശ്രീ ഷാബു പ്രസാദ്, ഇപ്പോൾ കോൺഗ്രസിന്റെ ആത്മവിശ്വാസം കൂട്ടിയിരിക്കുന്നത് ഇന്നലെ മുതലാണ്. അതാണ് അതിൽ അല്പം കൂടി ഒരു ആത്മവിശ്വാസം കൂടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് രാവിലെ സന്ദീപ് വാര്യരെ പാണക്കാട്ടേക്ക് അയച്ചിരിക്കുന്നത്. അതോടുകൂടി എല്ലാം പൂർത്തിയായി എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് വിശ്വസിക്കുന്നത്. അവരുടെ എല്ലാ അനൈക്യവും മാറി ഈ പറയുന്ന അതുവഴിയൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള വോട്ടുകളൊക്കെ സന്ദീപ് വാര്യർ കൊണ്ടുവരും എന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. BJPയിൽ നിന്ന് അങ്ങനെ ഒരു ഒഴുക്കുണ്ടാകാൻ പോവുകയാണോ? രാഹുൽ മാങ്കൂട്ടത്തിന് നേരത്തെ തന്നെ അങ്ങനെ ഒരു വോട്ട് ഒഴുകാൻ സാധ്യതയുണ്ട് എന്ന് പരോക്ഷമായി പറഞ്ഞത് ഇപ്പോൾ സന്ദീപ് വാര്യർ കൊണ്ടുപോകും എന്ന് വിശ്വസിക്കുകയാണ്. രാഹുൽ ജയിക്കും, സന്ദീപ് BJPയിൽ നിന്ന് കൊണ്ടുപോകുന്ന വോട്ട് വെച്ച്. അതാണോ സംഭവിക്കാൻ പോകുന്നത്? ലാലേ, ശരി, നിങ്ങൾക്ക് കോൺഗ്രസിനോട് വിരോധവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എങ്കിലും അവിടുത്തെ കോൺഗ്രസ്സുകാരെ നിങ്ങൾ ഇങ്ങനെ ഇത്രയും തരംതാണ രീതിയിൽ പരിഹസിക്കുന്നു. ഇന്നലെ BJPയിൽ നിന്ന് അങ്ങോട്ട് പോയ ഒരു സന്ദീപ് കാരണം മാത്രമാണ് അവിടെ കോൺഗ്രസ് വിജയിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന നിജേഷ് അരവിന്ദ് അടക്കമുള്ളവരുടെ കഠിനാധ്വാനം, അല്ല, കോൺഗ്രസ് ജയിക്കുകയാണെങ്കിൽ സന്ദീപ് വാര്യർ ക്ലെയിം ചെയ്യാൻ പോകുന്നത് അതാണ്. കമ്മിറ്റ്മെന്റിനെ സന്ദീപിനെ അവിടേക്ക് ക്ഷണിച്ച ആളുകൾ എല്ലാവരും വരാൻ പോകുന്നത് അതാണ്, നിജേഷ് ഉൾപ്പെടെ. അല്ല, പറയാൻ പോകുന്നതല്ല, നീ എന്തോ ആയിക്കോട്ടെ. പക്ഷെ എന്തായാലും എതിർപക്ഷത്താണ് നിങ്ങൾ, ഭാഷയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇത്രയും മോശമായി. അപ്പൊ ഈ എന്നതായിരിക്കുന്നു ഇവിടെ ഇരിക്കുന്ന നിജേഷ് അരവിന്ദ് അടക്കമുള്ളവരുടെ വർക്കും കഠിനാധ്വാനവും ഒക്കെ എത്ര നിജേഷ് അരവിന്ദ് അങ്ങനെ പറഞ്ഞു എന്നല്ല, നിജേഷ് അരവിന്ദ് അങ്ങനെ ഇപ്പോൾ പറഞ്ഞു എന്നല്ല, നിജേഷ് അരവിന്ദ് തെറ്റിദ്ധരിക്കണ്ട. നിങ്ങൾ അങ്ങനെ പറയുന്നു. നാളെ കോൺഗ്രസ് ജയിക്കുകയാണെങ്കിൽ സന്ദീപ് വാര്യർ BJPയിൽ നിന്ന് കൂടി കൊണ്ടുപോയ വോട്ട് വെച്ചാണ് ജയിച്ചത്. സ്വാഭാവികമല്ലേ? ഒരു കാര്യമുണ്ട് ഇല്ല, ഞാൻ എനിക്ക് തോന്നുന്നില്ല. നിജേഷ് അരവിന്ദ് എനിക്ക് അറിയാവുന്ന നല്ല സുഹൃത്താണ്. നാളെ അവിടെ ഇൻ കേസ് നാളെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുകയാണെങ്കിൽ അത് അവിടുത്തെ കോൺഗ്രസ്സുകാരുടെ പ്രവർത്തനം കൊണ്ടും പ്രവർത്തന മികവ്, നിജേഷ് അരവിന്ദ് അടക്കമുള്ളവരുടെ പ്രവർത്തന മികവ് കൊണ്ടാണ് ജയിക്കുന്നത്. അല്ലാതെ ഇന്നലെ അങ്ങനെ ഒരു പേടിയുണ്ടോ? BJPയുടെ വോട്ടെടുത്ത് അവിടെ കൊടുത്തിട്ടാണ് രാഹുലിന് ഗുണം ഉണ്ടാകുന്നത് എന്ന് പറയും എന്നൊരു പേടിയുണ്ടോ ഷാബു? ഒരു പേടിയില്ല. എന്തിനാ പേടിക്കേണ്ട കാര്യം എന്താണ്? ആ സന്ദീപ് വാര്യരുടെ അടക്കം വോട്ട്, കാര്യം സന്ദീപ് വാര്യരുടെ വോട്ട് അവിടെ അല്ല ഉള്ളത്. എങ്കിൽ പോലും അങ്ങനെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെ ഈ സന്ദീപ് വാര്യരുടെ കൂടെ ഒരു പൂച്ചക്കുട്ടി പോലും പോയിട്ടില്ല. ഇവര് കഴിയുന്നത്ര കോൺഗ്രസ്സുകാര് ഇപ്പം അവരുടെ എതിർപ്പാളയത്തിൽ നിന്ന് ഒരു യുവരക്തം, ഒരു യുവമുഖം, കുറച്ചൊരു പ്രമുഖനായിട്ടൊരു വ്യക്തി വന്നതിന്റെ ആവേശം അവർ കാണിക്കുന്നുണ്ട്. അതൊക്കെ ഏത് രാഷ്ട്രീയ പാർട്ടിയും കാണിക്കുന്നതാണ്. എന്നുള്ളതിനപ്പുറം അവിടെ പരിണിതപ്രജ്ഞരായ അല്ലെങ്കിൽ ആ കോൺഗ്രസിന്റെ അകത്തുള്ളവർ പോലും ഈ സന്ദീപ് വാര്യർ അവിടെ ഏതാണ്ട് ഒരു 10-25,000 വോട്ട് കൊണ്ട് അങ്ങോട്ട് വരും എന്ന് ഇവർ പോലും പ്രതീക്ഷിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ വിജയിക്കാൻ പോകുന്നില്ല എന്ന് BJP കരുതുന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാക്കാം. അങ്ങനെ ഒരു വാക്ക് പറയാൻ തയ്യാറാകുന്നില്ല BJP നിരീക്ഷിക്കുന്ന താങ്കൾ പോലും. അല്ല, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുകയാണെങ്കിൽ അത് അവിടുത്തെ കോൺഗ്രസിന്റെ അവരുടെ സംഘടനാ മികവ് കൊണ്ടാണ് ജയിക്കുന്നത്. സംഘടനാ മികവ് കൊണ്ട് മാത്രമായിരിക്കും അവർ ജയിക്കുന്നത്.
അല്ലാതെ മികവ് എന്താണെന്നാണ് ഞാൻ ഇപ്പൊ ഇന്നലെ ചോദിച്ചത്. ഇവിടുന്ന് ഞാൻ ആ പറഞ്ഞില്ലേ, സംഘടനാ ഏത് പ്രവർത്തനം സീറ്റ് നമ്മൾ കിട്ടി? അവിടുത്തെ സംഘടനയുടെ അവസ്ഥ നമ്മൾ കാണുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് ആ തെറ്റിദ്ധാരണ ആ ധാരണയില്ലേ? കോൺഗ്രസിന് അവിടെ ഈ മുരളീധരൻ പറയുന്നത് പോലെയോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ അവിടെ കേട്ട ശബ്ദങ്ങളോ അവിടെ നിന്ന് പുറത്തേക്ക് ഒഴുകിയ കോൺഗ്രസ്സുകാരുടെ അവസ്ഥയോ ഇതൊന്നും നിങ്ങൾ കാണുന്നില്ലേ? വലതു നിരീക്ഷകരാരും കാണുന്നില്ലേ? ഇത് എല്ലാവരും കാണുന്നുണ്ട്. ഞാൻ അതല്ല പറഞ്ഞത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ വിജയിക്കുകയാണെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അല്ല, അവിടുത്തെ കോൺഗ്രസിന്റെ ആ സംഘടനയുടെ മികവ് കൊണ്ടാണ്. BJP ആണ് കൃഷ്ണകുമാറാണ് അവിടെ ജയിക്കാൻ പോകുന്നതെങ്കിൽ അത് BJPയുടെ സംഘടനാ മികവ് കൊണ്ടാണ് ജയിക്കാൻ പോകുന്നത്. അതേപോലെ സരിനാണ് ജയിക്കാൻ പോകുന്നതെങ്കിൽ അത് ഇടതുപക്ഷത്തിന്റെയും CPM-ന്റെയും സംഘടനാ മികവ് കൊണ്ടാണ് ജയിക്കാൻ പോകുന്നത്. ആ സംഘടനാ മികവ് കൊണ്ട് തന്നെയാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയും വിജയിക്കുന്നത് രാഷ്ട്രീയത്തിൽ. അല്ലാതെ ഈ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നൊരുത്തൻ എൻ്റെ അമ്മയുടെ ഇതിന് 2 വർഷം മുമ്പ് മരിച്ച അമ്മയുടെ മരണത്തിൽ പങ്കെടുത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയവൻ, അല്ലെങ്കിൽ സ്റ്റേജ് സീറ്റ് കിട്ടിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയ ഒരുത്തൻ ഇവിടെ ഞങ്ങളാകെ മോശമായി നിൽക്കുകയായിരുന്നു, ജയിപ്പിക്കാൻ വേണ്ട സീറ്റ് വോട്ടും കൊണ്ട് ഇങ്ങോട്ട് വരുന്നു എന്ന് ഇവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട അത് താങ്കൾക്ക് പറയാമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ BJPക്ക് അത് അവകാശപ്പെടാമെന്ന് മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും കാരണവശാൽ BJPയിൽ നിന്ന് ഒരാൾ ഒഴുകിപ്പോയതിനെ വലിയ ശക്തിയായി മറ്റൊരു പക്ഷം കാണുന്നുണ്ടെങ്കിൽ ആ പക്ഷത്തിന് എന്തെങ്കിലും ഗുണം തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഉണ്ടായാൽ അവർ പറയും അത് ആ വന്ന ആളുടെ കൂടെ ഗുണമാണെന്ന് പറയും. അത് പറയും, ഉറപ്പായും പറയും. അവരുടെ പ്രമുഖ എതിർപാളയത്തിൽ നിന്ന് ഒരു പ്രമുഖനായ ഒരു വ്യക്തി തങ്ങളുടെ കൂട്ടത്തിലേക്ക് വരുമ്പോൾ ആഹ്ലാദിക്കാനും ആഘോഷിക്കാനും അവർക്ക് അവകാശമുണ്ട്. അവരതാണ് ചെയ്യുന്നത്. അതാരും ഇപ്പം സരിൻ ഇവിടുന്ന് അങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ നിന്ന് എന്തൊരു കുന്തളിപ്പായിരുന്നു CPM-ന്. കോലെ കുത്തി ചാടുകയില്ലായിരുന്നു ആകാശം മുട്ടായി മേളിലോട്ടും താഴോട്ടും. ഇവിടെ ഇപ്പം ഡോക്ടർ വന്നു സ്റ്റെതസ്കോപ്പ് കൊണ്ട് അവിടെ ഏതാണ്ടൊക്കെ ഇളക്കി മറിക്കാൻ പോകുന്നു എന്നൊക്കെയല്ലേ പറയുന്നത്. ഇയാൾ ആരാണ്? ഇതേപോലെ കോൺഗ്രസിൽ നിന്ന് സീറ്റ് കിട്ടാതെ മറുകണ്ഠം ചാടി അപ്പുറത്തേക്ക് എന്നൊരുത്തനാണ്. അല്ല, BJP ഇത് പലതവണ കാണിച്ചിട്ടുള്ളതാണല്ലോ. ഒരുപാട് കോൺഗ്രസ്സുകാർ BJPയിലേക്ക് വരുമ്പോൾ ഇത് തന്നെയാണല്ലോ അവിടെയും സംഭവിച്ചത്. നിജേഷ് അരവിന്ദ്, ചില അതൃപ്തികൾ അവിടെ ഉള്ളത് കാണാതെ പോയാൽ അവസാന നിമിഷത്തിലെങ്കിലും നിങ്ങൾ അതിന് മറുപടി കൊടുക്കുമെന്നാണ് ഇപ്പം മുരളീധരൻ തന്നെ പറയുന്നത്. മുരളീധരൻ മാത്രമല്ല, രമേശ് ചെന്നിത്തല, MM ഹസൻ, ഞാൻ വീണ്ടും പറയുന്നു, മറ്റ് പുറത്തേക്ക് പേര് ഇതുവരെ പറയാത്ത നേതാക്കൾ ഉൾപ്പെടെ പറയുന്നത് ഗാന്ധി വധത്തെ ന്യായീകരിച്ച ആൾ, അതുപോലെ രാഹുൽ ഗാന്ധിയെ അപമാനിച്ച് കുതിരവട്ടത്തേക്ക് ചികിത്സയ്ക്ക് അയക്കണമെന്ന് പറഞ്ഞ ആൾ, അയാളെ തോളിൽ കൈയിട്ടാണ് ഇപ്പോൾ ഈ അവസാനത്തെ വലിയ വീരവാദങ്ങളൊക്കെ. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം എന്താണ്? ന്യൂനപക്ഷങ്ങളെ കഴുത്തിൽ ടയർ ചുറ്റി ചുട്ടുകരിക്കണം എന്നാണ് പറഞ്ഞത്. ഇങ്ങനെയുള്ള ഒരാളിനെ ആണ് കൊണ്ടുപോയി പാണക്കാട് കൊണ്ടുപോയി നല്ല പേര് എന്നൊക്കെ പറഞ്ഞിപ്പോൾ അവസാനം തെരഞ്ഞെടുപ്പിൻ്റെ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഈ നല്ല പേരുണ്ടാക്കാൻ ശ്രമിക്കുന്നത്. മുരളീധരൻ്റെ മാതാവിനെ അധിക്ഷേപിച്ച സ്ഥാനാർത്ഥി എന്നുള്ള ഒരു ദുഷ്പേര് കൂടി അവിടെ ഉണ്ട്, മറ്റൊരു വിവാദമായി. ഇതൊക്കെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഒരു പ്രശ്നവുമില്ല എന്ന് നിങ്ങൾ പറയുന്നത്? അവസാനത്തെ ടേണാണ്. ഏതായാലും കോൺഗ്രസിൽ നിന്ന് കുറേ പേരെ കൊണ്ടുപോയിരുന്നല്ലോ CPM-ലേക്ക്. ഇപ്പോൾ കോഴിക്കോട് നിന്നാണ് KP അനിൽകുമാറിനെ കൊണ്ടുപോയത്. പോയ വഴി 86,000-ൽ നിന്ന് ഞങ്ങൾ 1.45-ലെത്തിയിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലുമൊക്കെ കൊണ്ടുപോകാൻ ഇനിയുണ്ടെങ്കിൽ കൊണ്ടുപോകണം. പിന്നെ സന്ദീപിൻ്റെ ചരിത്രം പറഞ്ഞ് വരുമ്പോൾ അദ്ദേഹം പണ്ട് പറഞ്ഞത് അദ്ദേഹം തിരുത്തി. അദ്ദേഹം പറഞ്ഞു, വെറുപ്പിൻ്റെ ഫാക്ടറിയിൽ നിന്ന് സ്നേഹത്തിൻ്റെ കട തുറക്കാൻ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനംമാറ്റമാണ്. അപ്പോൾ മനംമാറ്റത്തിൽ ഈ ഗാന്ധി ന്യായീകരിച്ചോ? ഗാന്ധിയുടെ പടം കണ്ടാൽ അല്ല പഠിക്കുമ്പോൾ അല്ല സമയം എന്താ സംശയം നിങ്ങൾക്ക്? എന്താ സംശയമുണ്ട്? അത്ര ശക്തമായിട്ടാണ് ഗാന്ധി വധത്തെ അദ്ദേഹം ന്യായീകരിച്ചത്. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി കഴിഞ്ഞ 6 മാസം എടുത്ത പോസ്റ്റുകളൊക്കെ ഒന്ന് നോക്കുക. നിങ്ങളിപ്പോൾ ചരിത്രം പരിശോധിക്കുമ്പോൾ അൻവർ ഇടതുപക്ഷ സ്ഥാനാർത്ഥി സരിൻ അതൊക്കെ തിരുത്തി പറയുകയും അതൊക്കെ പരസ്യമായി തന്നെ അദ്ദേഹം വാർത്താ മാധ്യമങ്ങളിൽ പറയുകയും ചെയ്തു. സന്ദീപ് വാര്യർ ഇതുവരെ RSSനെ തള്ളി പറഞ്ഞിട്ടില്ല. സന്ദീപ് വാര്യർ ഗാന്ധി വധത്തെ ന്യായീകരിച്ചത് മാറ്റി പറഞ്ഞിട്ടില്ല. ഹിന്ദു മഹാസഭയെ അദ്ദേഹം ഇന്നും പഴയതുപോലെ തന്നെയാണോ കാണുന്നത്? അതാണ് അറിയേണ്ടത്. അദ്ദേഹം
അല്ല, അദ്ദേഹത്തിന് അവസരം കിട്ടട്ടെ, പറയില്ല അല്ലെ? നിങ്ങളുടെ സ്ഥാനാർത്ഥിയാണല്ലോ ഈ പറഞ്ഞത്. ഒറ്റപ്പാലത്തൊരു അവസരം കിട്ടാത്തതുകൊണ്ടാണ് അദ്ദേഹത്തിന് വാർത്താ സമ്മേളനം വിളിച്ചാൽ നാളെ വരില്ലേ ആളുകളെല്ലാം ഒരു വാഴ വന്നു എന്ന് എഴുതി വെച്ച സംസ്കാരമാണ് അദ്ദേഹം കാണിച്ചത് എന്നെങ്കിലും നിങ്ങൾ അംഗീകരിക്കും. ഞാൻ എഴുതാറില്ലല്ലോ. ഞാൻ ശ്രീ പിണറായി വിജയനെ പറ്റി, സഖാവ് പിണറായി വിജയനെ പറ്റി എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് മോശമായ ഒരു വാക്ക് നിങ്ങൾ ഒരു 6 മാസക്കാലത്തേക്ക് വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ നടത്തിയ ആളെ ഒരു ദിവസം കൊണ്ട് കുളിപ്പിച്ചെടുത്ത് ചിഹ്നവും കൊടുത്ത് ഇയാളാണ് മഹാൻ, ഇയാൾ ഡോക്ടറാണ്, ഇയാൾ ആളെ പരിശോധിക്കും എന്നൊക്കെ പറയുമ്പോ ഇതേ സന്ദീപ് വാര്യർക്ക് ആദ്യത്തെ സർട്ടിഫിക്കറ്റ് കൊടുത്തത് സഖാവ് AK ബാലനാണ്. സന്ദീപ് വാര്യരെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചത് സഖാവ് AK ബാലനാണ്. ന്യൂനപക്ഷങ്ങളുടെ കഴുത്തിൽ ഗോവിന്ദമാഷാണ്. ഇതൊക്കെ ഒരു ദിവസം കൊണ്ട് മറന്നു പോകല്ലേ? ഇച്ഛാഭംഗം അംഗീകരിക്കാം ലാലെ ഇച്ഛാഭംഗം അംഗീകരിക്കാം, നിങ്ങളുടെ നിരാശ അംഗീകരിക്കാം. ഒരു ചൂണ്ടയിട്ടപ്പോൾ അതിൽ മീൻ കൊത്തിയിട്ടില്ല എങ്കിൽ മറ്റേ ചൂണ്ടയിൽ മോശമാണ് എന്ന് പറയരുത്. നിങ്ങളുടെ ഇച്ഛാഭംഗമാണ്. അതായത് ഞാൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് ഇന്ന് കെ സുരേന്ദ്രനും പറഞ്ഞിട്ടുണ്ട്. അത് ശക്തമായി ഉന്നയിക്കപ്പെടണ്ടേ അവിടെ? അത്തരം ചോദ്യങ്ങളുണ്ടോ? BJPക്ക് ആ ചോദ്യങ്ങളുണ്ടോ? കോൺഗ്രസിനോട് ചോദ്യങ്ങളുണ്ടോ? കോൺഗ്രസിനോടുള്ള ചോദ്യം ഇവിടെ ഈ കോൺഗ്രസ് കാര്യം അവിടുത്തെ കോൺഗ്രസ്സുകാരും പറയുന്നത് വാങ്ങിയോ? കെ സുരേന്ദ്രൻ വാങ്ങിയോ കൈരളി TV? ചോദ്യങ്ങൾ ആര് ചോദിച്ചോ ചോദ്യം ഞാൻ ചോദിക്കും. അതിനകത്ത് ഇപ്പൊ ആരുടെയും ഇതൊന്നും വേണ്ട. എന്റെ ചോദ്യം സുരേന്ദ്രന്റെ ചോദ്യമല്ല, അല്ലെങ്കിൽ മുരളീധരന്റെ ചോദ്യമല്ല. മുരളീധരൻ കൈരളി ചാനൽ വാങ്ങിയോ? മുരളീധരൻ കൈരളി ചാനൽ വാങ്ങിയിട്ടാണോ ഞാൻ ഇതുവരെ മുരളീധരന്റെ ചോദ്യങ്ങൾ ചോദിച്ചത്? ഈ ചർച്ച തുടങ്ങിയത് മുതൽ കെ സുരേന്ദ്രനെയാണ് നിങ്ങൾ കോട്ട് ചെയ്യുന്നത്. അല്ല, സുരേന്ദ്രനെതിരെ ഒരു കേസ് പോലും കൊടുക്കാത്ത ഷാഫി പറമ്പിലിന്റെ ആളുകൾ വന്നിട്ട് ഇതുപോലെ ചോദിക്കണ്ട. സുരേന്ദ്രനെതിരെ ഒരു കേസ് പോലും കൊടുക്കാത്ത, ഒരു വക്കീൽ നോട്ടീസ് പോലും കൊടുക്കാത്ത ആളുകൾ വന്നിട്ട് ഇവിടെ വന്നിട്ട് എന്നെ ചോദ്യം ചെയ്യേണ്ട ദയവായി. സുരേന്ദ്രനെതിരെ നോട്ടീസ് അയക്കാൻ ഷാബു പ്രസാദ് പറയുക. ഷാബു പ്രസാദ് കോൺഗ്രസിനെതിരെ ഒതുക്കി കൊടുത്ത ആളുകൾക്ക് ഇതൊക്കെ പറയാനുണ്ടാവും. എന്തായാലും കെ സുരേന്ദ്രനെ നേതാവാക്കി കൈരളി ചാനലിൽ ആളുകൾ ഇറങ്ങിയിട്ട് പോകുന്നത് ജനൻ ടിവിയിലേക്കാണ്. ജനൻ ടിവിന്ന് ആളുകൾ വരുന്നത് കൈരളിയിലേക്കാണ്. നല്ല പാലമാണ്. കൈരളിയില് ഇവിടെ ചർച്ച കഴിഞ്ഞിട്ട് നിങ്ങൾ ചിലപ്പോൾ ജനൻ ടിവിയിലോട്ട് ഇറങ്ങി പോകാറുണ്ടല്ലോ. അതിന് അങ്ങനെ തന്നെ കാണേണ്ടി വരും അങ്ങനെയാണെങ്കിൽ. ഞങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ച ആളുകളാണ്. ഇന്നലെ പലതരത്തിലുള്ള ജോലി ചെയ്യുന്നവരാണ്. അവര് വേറെ ജോലികൾ, അവരുടെ സൗകര്യമുള്ള ജോലി കിട്ടുമ്പോൾ അത് പോകും. അതല്ല രാഷ്ട്രീയ പ്രവർത്തനം, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ അങ്ങനെയല്ല കാണേണ്ടത്. ഷാബു പ്രസാദ് പറയൂ. ചർച്ച കഴിഞ്ഞിട്ട് ആ ഉത്തരങ്ങൾ ഏത് ഉത്തരങ്ങളാണ് ജനങ്ങളെ കൺവിൻസ് ചെയ്യുക എന്നുള്ളത് മറ്റന്നാളാണ് തെളിയിക്കാൻ പോകും. ഈ 20-ാം തീയതി തെളിയിക്കപ്പെടും. 23-ാം തീയതി നമ്മളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ലാലെ, ഷാഫി പറമ്പിലിനെതിരായി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തനിക്കെതിരായി VD സതീശൻ എന്തെങ്കിലും പറയുമ്പോൾ മാത്രമുള്ള ചോദ്യങ്ങളേ ഉള്ളൂ സുരേന്ദ്രന്. അതും കൂടി വെച്ചിട്ടാണ് ഞാൻ ചോദ്യം ചോദിച്ചത്. ശക്തമായ ചോദ്യങ്ങൾ കോൺഗ്രസിന് നേരെ ഇല്ല. അല്ല, അത് ആര് പറഞ്ഞില്ല എന്ന്? ഈ തെരഞ്ഞെടുപ്പിലുടനീളം നിങ്ങളടക്കം അവിടെ പോയി ചർച്ചകൾ നടത്തിയിട്ടുള്ളതല്ലേ? ആ സമയത്ത് ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും വാഗ്വാദങ്ങളും എല്ലാം കൈരളി അടക്കമുള്ള ചാനലുകളും മാധ്യമങ്ങളും ഇവിടെ സംപ്രേഷണം ചെയ്തതല്ലേ? അവിടുത്തെ ജനകീയ പ്രശ്നങ്ങൾ, കുടിവെള്ള പ്രശ്നം, വികസന പ്രശ്നം, ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം ചെയ്തിട്ടുണ്ട്. ശരി, ഇതിന്റെ മുന്നിൽ എന്താണ് ചെറിയോണ്ട കേക്ക് എന്ന് പറഞ്ഞത് പോലെ ഇടയ്ക്ക് ഒരു ട്രോളി വിവാദം വന്നു, സന്ദീപ് വാര്യർ വന്നു എന്നുള്ളതല്ലാതെ ജനങ്ങൾ തീരുമാനമെടുക്കാൻ പോകുന്ന അടിസ്ഥാനപരമായ കാരണങ്ങൾ എന്ന് പറയുന്നത് അവസാനമായി ശ്രീ കെ പ്രേംകുമാർ, എന്തായാലും ഇവിടെ കുറെ ചോദ്യങ്ങളുണ്ട്. ചോദ്യങ്ങൾക്ക് CPM ആണെങ്കിൽ ആവർത്തിച്ച് ചർച്ചകളുണ്ടാകും, ചോദ്യങ്ങളുണ്ടാകും. മാധ്യമങ്ങളെല്ലാം നിങ്ങളെ വട്ടമിട്ട് നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യും. അതൊരിക്കലും തീരില്ല. ഇലക്ഷൻ കഴിയുന്നതുവരെ അതുണ്ടാകും. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഈ മാധ്യമങ്ങളൊക്കെ, പല മാധ്യമങ്ങളും മഹത്വവൽക്കരിച്ചു
ഈ ചിലരുടെയൊക്കെ വരവ്, കോൺഗ്രസ്സിലോട്ടുള്ള വരവ് എന്നാണ്. ഇതുപോലെയാണ് പല കാര്യങ്ങളും മാധ്യമങ്ങൾ പോലും ചെയ്യുന്നത് എന്നാണ്. അണികൾ ഈ കാര്യങ്ങൾ പ്രേക്ഷകരൊക്കെ അതുപോലെ തന്നെ സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും പ്രേംകുമാർ, അവസാനമായി CPM എങ്ങനെയാണ് ഈ ചോദ്യങ്ങളെ ഒക്കെ, അവിടെ ഉയർത്തിയ ചോദ്യങ്ങളെയൊക്കെ ഇപ്പോൾ കാണുന്നത്? അല്ല, ഇവിടെ പ്രധാനമായിട്ടും ഈ മണ്ഡലത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളും ഈ മണ്ഡലത്തിൽ നടപ്പിലാക്കേണ്ട ജനപക്ഷ നടപടികളും സംബന്ധിച്ച് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യങ്ങളിലെല്ലാം കഴിഞ്ഞ 13.5 കൊല്ലം ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച MLA ഈ മണ്ഡലത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധിച്ചില്ല എന്ന് പരക്കെ ആക്ഷേപമുണ്ട്. ആ ആക്ഷേപം ഇവിടെ ശക്തമാണ്. ഈ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാലക്കാട് നഗരസഭ, ഈ നഗരസഭയുടെ ഭരണം കഴിഞ്ഞ 10 വർഷത്തോളമായിട്ട് BJP ആണ്. ആ BJPയുടെ ഭരണ സംവിധാനത്തിൽ കുടിവെള്ള പ്രശ്നം, അതുപോലെ തന്നെ പ്രാദേശിക റോഡുകൾ തകർന്ന സാഹചര്യം, അത് മറികടക്കാൻ കഴിയാത്ത അന്തരീക്ഷം, അതുപോലെ തന്നെ ജൈവമാലിന്യങ്ങൾ സംസ്കരിക്കാൻ കഴിയാത്ത സാഹചര്യം, ഇവിടുത്തെ കായിക സംബന്ധിയായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു നിലയിലും പരിഹാരം കാണാൻ കഴിയാത്തത്, വ്യത്യസ്ത നിലയിൽ ഒരു തദ്ദേശ ഭരണ സ്ഥാപനം എങ്ങനെയെല്ലാം മോശമാകാമോ ആ നിലയിൽ മോശമാണ് പാലക്കാട് നഗരസഭ എന്ന് വളരെ കൃത്യമായി ജനങ്ങൾ അവരുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുകയാണ്. ഇതിനൊരു മാറ്റം വരണം. ഇടതുപക്ഷത്തോട്, കേരളത്തിലെ ഗവൺമെൻറ്റോട് ചേർന്ന് നിൽക്കുന്ന ഒരു MLA പാലക്കാട് നിന്ന് തെരഞ്ഞെടുക്കപ്പെടണമെന്ന് ജനം ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹം സഫലീകരിക്കപ്പെടാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം. സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ ഈ സമയം വരെ ഇടതുപക്ഷം അഭിമാനകരമായ നിലയിലുള്ള വിജയം കൈവരിക്കും. നിയമത്തിലുണ്ടായതുപോലെ വളരെ സമയത്തിൻ്റെ ഒരു പരിമിതി കൊണ്ടാണ് ശ്രീ K. പ്രേംകുമാർ എന്തായാലും ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കേണ്ടി വരികയാണ്. വളരെ നന്ദി ഈ ചർച്ചയിൽ ചേർന്നതിന് ശ്രീ പ്രേംകുമാർ, ശ്രീ നിജേഷ് അരവിന്ദ്, ഒപ്പം ശ്രീ ഷാബു പ്രസാദ്. എന്തായാലും നാളെ നിശബ്ദ പ്രചരണം നാളെ പരസ്യ പ്രചരണം അവസാനിക്കുകയാണ്. മറ്റന്നാൾ നിശബ്ദ പ്രചരണമാണ്. 20-ാം തീയതി തെരഞ്ഞെടുപ്പാണ്. അന്ന് പാലക്കാട്ടുകാർ തീരുമാനിക്കും ആർക്കൊപ്പമാണ് തങ്ങൾ എന്ന്. ന്യൂസ് അവസാനിക്കുന്നു.